ദൈവസന്ധിയിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രിയനായ കർത്തദാസൻ തിരുജോൾ പാസ്റ്റർ, ജിജി മോഹൻ പാസ്റ്റർ, വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ഡാനി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒപ്പം പ്രിയ ദേവദാസൻ, എല്ലാവരെയും ഓർക്കുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, സൂമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എല്ലാവർക്കുമായി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. വളരെ പ്രിയനായ ദേവദാസിനെ വീണ്ടും ഓർക്കുന്നു. ദൈവം ബലപ്പെടുത്തട്ടെ, ദൈവം ശക്തീകരിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കും. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും വന്ദനം. നമുക്കിന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. എന്നെ ഈ ദിവസങ്ങളിൽ ദൈവം ചിന്തിപ്പിച്ച ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. വാക്യങ്ങൾ കുറിക്കാൻ സ്വഭാവമുള്ളവർ കുറിച്ചാൽ നന്നായിരിക്കും. കുറിക്കുന്ന സ്വഭാവമുള്ളവർ, സൂമിലൊക്കെ ഇരിക്കുന്നവർ, യൂട്യൂബിലൂടെ കേൾക്കുന്നവർ, നിങ്ങൾക്ക് ഇത് കുറിക്കുവാൻ ഒക്കുമെങ്കിൽ അത് വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് ഓർക്കാനായിട്ട് വാക്യങ്ങൾ ഒരിക്കലും ഓർക്കത്തില്ല. അത്ര ഓർമ്മശക്തി ഒന്നും നമുക്കാർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നോട്ട്ബുക്കും അല്ലെങ്കിൽ ഒരു പേപ്പറും പെന്നായി എടുത്ത് പറയുന്ന വാക്യങ്ങളൊന്ന് കുറിച്ചാൽ നന്നായിരിക്കും. പ്രസംഗത്തിന് തലക്കെട്ടെന്നൊക്കെ പറയാറുണ്ട്. കുറച്ച് നല്ലതാണത്, പ്രസംഗം ഒന്ന് ഓർത്തിരിക്കാൻ. അങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഒരു ഹെഡിങ് ഇതാണ്. പ്രാർത്ഥനയുടെ ശരീരഭാഷ. പ്രാർത്ഥനയുടെ ശരീരഭാഷ. പ്രാർത്ഥനയുടെ ശരീരഭാഷ. ശരീരഭാഷയ്ക്കെന്നും പ്രാധാന്യമുണ്ട്. നമുക്ക് ഈ ശരീരഭാഷ എന്ന ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. വളരെ സിമ്പിളായിട്ടൊരു ടെക്നിക്ക് ഈ കൗൺസിലിങ്, ദമ്പതികളുടെ ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ വലിയ കൗൺസിലറൊന്നുമല്ല, ചുമ്മാ എന്നാലും സംസാരിക്കാനൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യും. 3 കസേര ഇടും. 3 കസേര ഇട്ടാൽ ഭാര്യ വന്ന് ഇവിടെ ഇരിക്കുകയും ഭർത്താവ് വന്ന് ഇവിടെ ഇരിക്കുകയും ചെയ്ത അർത്ഥം എന്താ? 3 കസേര ഇട്ടിരിക്കുകയാണ്. ഭാര്യ വന്ന് ഇവിടെ ഇരുന്നു, ഭർത്താവ് വന്ന് അവിടെ ഇരുന്നു. അർത്ഥം ഇവർ തമ്മിൽ എന്തോ ഉണ്ട്, അകലമുണ്ട്. അല്ല, ഇരുന്ന് നോക്കിയോ, ഇപ്പോൾ ഇരിക്കുന്ന കണ്ടാൽ അറിയാം. വീട്ടിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഇരിക്കുന്ന നോക്കിയാൽ മതി. അച്ഛൻ അവിടെയും അമ്മ ഇവിടെയും. ഇതാണ് സ്വാഭാവികം. നടുക്കെന്തോ ഒരു സ്പേസ് ഉണ്ട്. അതേസമയം നമുക്ക് അവർ വന്ന് അടുത്തടുത്ത് ആരും പറയാതെ തന്നെ അടുത്തങ്ങോട്ട് ഇരുന്നാൽ അത് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. അത് ശരീരഭാഷയാണ്. ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾ മനസ്സുകൊണ്ട് അടുത്തിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ശരീരഭാഷ മനസ്സിലാക്കാം. നമ്മളോടൊരാൾ വർത്തമാനം പറയാം, നമ്മളോടൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇച്ചിരി സ്ലാൻഡ് ചെയ്യാനൊക്കെ ഒന്ന് കസേരയെ പുറമോട്ട് കിടന്നങ്ങ് കേൾക്കുക. അർത്ഥം എന്താ? നമ്മളോടൊരാൾ സംസാരിക്കാൻ വന്നു, നമ്മളങ്ങനെ ലീൻ ചെയ്ത് കിടന്നു, എന്നിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു. അർത്ഥം നീ പറയുന്ന കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് മുമ്പോട്ടായി. അല്ല, ഇഷ്ടമൊക്കെ ഉള്ള കാര്യം പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് ആഞ്ഞു വരുമല്ലോ. ഇഷ്ടമുള്ളവരും പറയുമോ ഇല്ലേ? ശ്രദ്ധിച്ചു, മുമ്പോട്ട് ഇങ്ങനെ ഒന്നായി. അതിൻ്റെ അർത്ഥം നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് എന്തുണ്ട്, താല്പര്യമുണ്ട്. പുറമോട്ട് പോകും തോറും അതിൻ്റെ അർത്ഥം എനിക്കിപ്പം വലിയ മൂഡിലൊന്നുമല്ല, കേൾക്കാൻ വലിയ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ബോഡി തണ്ട് ഇങ്ങനെ വരും, മുമ്പോട്ട് ലീൻ ചെയ്യും. അർത്ഥം നീ പറയുന്ന കേൾക്കാൻ എനിക്കെന്തുണ്ട്, ഇഷ്ടമുണ്ട്. നമുക്കൊരാൾ കൈ തരികയാണ്. ബോഡി ലാംഗ്വേജിനകത്ത് കുറേ കാര്യങ്ങൾ. എനിക്കിപ്പോഴും എൻ്റെ കുഞ്ഞിലെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. വളരെ ചെറുപ്പത്തിൽ പറഞ്ഞൊരു കാര്യം, അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം. ഏതോ ഒരു ഫോട്ടോ കാണിച്ച്, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ബഹുമാന്യ മാതാവ് അമേരിക്കൻ പ്രസിഡന്റിന് കൈ കൊടുക്കുന്ന ഒരു ചിത്രം. അമേരിക്കൻ പ്രസിഡന്റിന് കൈ കൊടുത്ത്. പക്ഷെ ആ പത്രത്തിൽ വന്ന ചിത്രം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ചിത്രം എൻ്റെ ഓർമ്മയുണ്ട്.
ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആടെ കൈ ഇങ്ങനെ കൊടുക്കുകയും അവരുടെ കൈ മേളിലായി ഇങ്ങനെ തിരിച്ചു പിടിച്ചു. കൈ ഇങ്ങനെ കൊടുത്തിട്ട് തിരിച്ചു പിടിച്ചു. അപ്പം ഒരാളുടെ കൈ എവിടായി? മേളിലായി. അങ്ങനെ ഒരാൾ കൈ കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്നാ? അമേരിക്കൻ പ്രസിഡന്റിന് ഇന്ത്യൻ പ്രധാനമന്ത്രി കൈ കൊടുത്തപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൈ മേളിലായി. അർത്ഥം അവിടെ ഒരു ബോഡി ലാംഗ്വേജാണ്. നീ എന്നാ വലിയ സാമ്രാജ്യത്തെ ശക്തിയാണെങ്കിലും എൻ്റെ കൈ നിൻ്റെ മേലിരിക്കും. നമുക്കൊരാൾ കൈ തന്നിട്ട് കൈ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മളറിയത്തില്ല അവൻ്റെ കൈ മേളിലാണെങ്കിൽ കൈ കൊടുക്കുന്നത് സൂക്ഷിച്ചോണം. എപ്പോഴും അവർക്കൊരു അപ്പർ ഹാൻഡിലാണ്. അതേസമയം ഒരാൾക്ക് നമ്മൾ കൈ കൊടുക്കുമ്പോൾ 2 വിരൽ കൊണ്ടാണ് ഇങ്ങനെ തരിക, ഒരുമാതിരി ബലമില്ലാത്ത കൈ. അർത്ഥം ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടാണ് ഇങ്ങനെ കൈ കൊടുത്തേ, ജോലി കിട്ടുമോ? ഇല്ല. എന്നാൽ ഇപ്പോഴത്തെ കുറേ പിള്ളേരെ സെറ്റുണ്ട്, അവന്മാർക്ക് കൈ കൊടുത്ത് നമ്മുടെ ഒരം പോവും, ഒറ്റ ഒരു കുലുക്ക്. ഇവൻ ഈ ഡമ്പിളൊക്കെ എടുത്തിട്ട് അർത്ഥം എനിക്ക് ഭയങ്കര ബലമാണെന്നുള്ളൊരു ഒരു സിമ്പലാണ്. അപ്പം ഓരോ ലാംഗ്വേജിനും ഇനി ബോഡി ലാംഗ്വേജൊക്കെ ഒത്തിരി കാര്യങ്ങളാണ്. ഈ വണ്ണമുള്ള നീളം കുറഞ്ഞ ഉരുണ്ട അമ്മമാരുണ്ട്. അവരാണോ മക്കളെ മോനെ ചക്കനെ എന്നൊക്കെ വിളിക്കുന്നത്, അതോ ഈ മെല്ലിച്ച നീളമുള്ള ആൾക്കാരായിരിക്കുമോ? ശ്രദ്ധിച്ചോ? എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. കൂടുതലും ഈ ഗുണ്ടുമണി സാധനങ്ങളില്ലേ, കൊച്ചു മനുഷ്യർ വണ്ണമല്ല, മോനി പ്ലേ എന്നുണ്ട്, മറ്റവരൊക്കെ ഹായ് എന്ന് പോകും. കുറച്ചുകൂടെ സ്നേഹം പ്രകടിക്കുന്ന എപ്പോഴും ഇങ്ങനെയുള്ള അമ്മമാരായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയോ, 10 അമ്മമാരെ ഒന്ന് മനസ്സിലെടുത്താൽ മതി. പക്ഷേ ഈ ഭയങ്കര മെല്ലിച്ച് പൊക്കമുള്ളവരൊക്കെ ഹായ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നതല്ലാതെ, അപ്പം അതൊരു ബോഡി ലാംഗ്വേജാണ്. എക്സെപ്ഷൻസ് എല്ലാത്തിനകത്തുമുണ്ട്. അപ്പം ബോഡി ലാംഗ്വേജിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ശരീരഭാഷ സ്വർഗം നോക്കും. അപ്പോൾ അതിനകത്തുനിന്ന് ഒത്തിരി കാര്യത്തിന് സ്വർഗം മനസ്സിലാക്കും. അപ്പോൾ സ്വർഗം മനസ്സിലാക്കുന്ന വേദപുസ്തകത്തിലുള്ള പ്രാർത്ഥനയുടെ ചില ശരീരഭാഷകൾ എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാമത് അധ്യായം, 1 തിമോഥെയോസ് 2, 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം. 1 തിമോഥെയോസ് 2:8. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, വേദപുസ്തകം പറയുകയാണ്, ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ശരീരഭാഷ ഇവിടെ പറയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം? കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. ഒന്ന് കൈ ഉയർത്തിക്ക്, എല്ലാവരും ഒന്ന് കൈ ഉയർത്തിക്ക്, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. ഈ കൈക്ക് ഭയങ്കര അർത്ഥമുണ്ട്. കൈക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്താണ്? കൈപ്പത്തിയാണ്. ഇതിനായിരിക്കും ഇവർ ഈ കൈപ്പത്തിയൊക്കെ തിരഞ്ഞെടുത്ത്. വേറെ എന്തെല്ലാം എടുക്കാം? കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? കൈ കൊണ്ടാണ്. ഒരാൾ വീണ എഴുന്നേൽപ്പിക്കണേ എന്ത് വേണം? കൈക്ക് പിടിക്കണം. ഒരാളെ താങ്ങണേ എന്ത് ചെയ്യണം? കൈക്ക് പിടിക്കണം. ഒരു കുഞ്ഞിനെ എടുക്കണേ എന്ത് ചെയ്യണം? കൈക്ക് പിടിക്കണം. അപ്പം കൈക്ക് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ വരണ്ട കൈയുള്ളൊരു മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ കൈകളുടെ അധ്വാനഫലം, അധ്വാനിക്കുന്നത് കൈ കൊണ്ടാണ്. അങ്ങനെ എന്തെല്ലാം അർത്ഥങ്ങൾ കൈക്കുണ്ട്. കൈപ്പത്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചിഹ്നം. എന്നാൽ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ചിഹ്നം നോക്കി, സുസി പോലെയൊക്കെയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പോസ്റ്ററൊക്കെ അടിക്കുമ്പോൾ ആ പോസ്റ്ററൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്കൊരു ചിഹ്നം കാണും. ഇങ്ങനൊരു കൈ ആയിരിക്കും, ഇങ്ങനൊരു കൈ. അതിൻ്റെ അർത്ഥം എന്താ? ഈ കൈയുടെ അർത്ഥം എന്നാ? ഇങ്ങനെ ചുരുട്ടിയ ഈ കൈ. ഇടിക്കാൻ നോക്കത്തില്ല, ഇടിക്കണം ഇങ്ങനെ ഇടിക്കണം. ഇങ്ങനെ ഇടിക്കുന്ന കൈയുടെ അർത്ഥം എന്താ? ഒരു വാക്കാണ്, നേടിയെടുക്കും. അവകാശങ്ങൾ നേടിയെടുക്കും. അപ്പോൾ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുന്ന കൈ അതെല്ലാവരും ഉണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച് വീണ കഞ്ഞ അമ്മയെ കണ്ടില്ല, അവന് വിശന്ന് പാല് കിട്ടണം. കുഞ്ഞ് കരയുന്ന കണ്ടിട്ടുണ്ടോ? കുഞ്ഞ് കരയും. ആ കുഞ്ഞ് കരയുമ്പോൾ കൈമുഷ്ടി എങ്ങനെ ഇരിക്കും? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കുഞ്ഞിനെ പ്രസവിച്ചവരെങ്കിലും. കുഞ്ഞ് പ്രസവിച്ച് കരയുമ്പോൾ കുഞ്ഞിൻ്റെ കൈ എങ്ങനെ ഇരിക്കും?
കുഞ്ഞിൻ്റെ കൈ എങ്ങനെ ആയിരിക്കും കരയുന്നേ? ഇങ്ങനെയാണ് കരയുന്നത്. എന്തിനാ അങ്ങനെ കരയുന്നേ? എന്തിനാ കരയുന്നേ? കുഞ്ഞ് അമ്മയോട് പറയാണ്, അമ്മ പാല് തരണം. അത് ഔദാര്യമൊന്നും അല്ല, എൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഔദാര്യമാണോ? കുഞ്ഞിൻ്റെ അവകാശമാണോ? കുഞ്ഞിൻ്റെ അവകാശം. ആ കുഞ്ഞൻ ലോകത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, നേടിയെടുക്കും, അവകാശങ്ങൾ നേടിയെടുക്കും. അമ്മ ഇവിടെ വാ, ഇവിടെ പോയിരിക്കാം മര്യാദയ്ക്ക്, അത്രയും പറയാൻ അറിയത്തില്ല. പക്ഷെ ചുരുട്ടിയ കൈ കൊണ്ട് അവൻ അമ്മയെ അവിടെ വിളിച്ചു വരുത്തും. അതുവരെ ഇങ്ങനെ ഇരിക്കും, അർത്ഥം പിടിച്ചു മേടിക്കും. എൻ്റെ അവകാശം, അമ്മ എൻ്റെ അവകാശ. പാല് തരിക ഔദാര്യമല്ല, പാല് തരുന്ന അവകാശമാണ്. അമ്മ ഇവിടെ വന്ന് ഇരിക്കണം. അപ്പം ചുരുട്ടിയ കൈ ഒരു ഭാഷയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല, ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കും. എന്നാൽ കോപവും വാഗ്വാദവും വിട്ടകന്ന് അന്ന് നോക്കിയേ. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും, 1 തിമോത്തിയോസ് 2:8, എല്ലായിടത്തും എന്തുപേക്ഷിക്കണം? കോപവും വാഗ്വാദം വിട്ടകലണം, എന്നിട്ട് വിശുദ്ധ കൈകളെ ഓർത്ത്. അപ്പോൾ കോപവും വാഗ്വാദവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കൈ എങ്ങനെ ആയിരിക്കും? ചിന്തിച്ച്, നമുക്ക് ദേഷ്യം വരുന്നു, നമ്മളൊരാളോട് ആർഗ്യൂ ചെയ്യുന്നു. ചുമ്മാ ഇരിക്കുമ്പോൾ ദേഷ്യം വരത്തില്ല. നമ്മളൊരാളോട് ആർഗ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കൈ എങ്ങനെ ഇരിക്കും? ഒന്നുകിൽ വിരൽ ചൂണ്ടും, അല്ലെങ്കിൽ കൈ ചുരുട്ടും. ഒരിക്കലും കൈ ഉയർത്തി ദേഷ്യപ്പെടുവോ? സ്തോത്രം. ദേഷ്യപ്പെടുവോ? ഇല്ല. അപ്പം പ്രാർത്ഥിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ, ആരുടെ നേരം വിരൽ ചൂണ്ടാത്തവർക്ക് സ്വർഗത്തേക്ക് കൈ ഉയർത്താനൊക്കത്തുള്ളൂ. ഈ വിരൽ ചൂണ്ടുകയും മുഷ്ടി ചുരുട്ടിയൊക്കെ ചെയ്തിട്ട് സന്ധ്യയ്ക്ക് വന്ന് കൈ ഉയർത്തല്ലേ, ഒത്തിരി പാടാ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ഭാഷ പ്രാർത്ഥനയുടെ ഒന്ന്, കൈ ഉയർത്തണം, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം. കൈ ഉയർത്തുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്ക പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരറിവ്, പോലീസ് വന്ന് വാഹനമൊക്കെ ഇൻസ്പെക്ട് ചെയ്താ, നിർത്താൻ ആവശ്യപ്പെട്ട പോലീസുകാരൻ കൊണ്ട് നടന്നു വരുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കൈ എടുത്തിട്ട് പോക്കറ്റിൽ കൈയിടാൻ ശ്രമിച്ച അപ്പം ഷൂട്ട് ചെയ്തിരിക്കും പോലീസുകാരൻ. എന്താ കാര്യം എന്നറിയാമോ? പോക്കറ്റിൽ കൈ ഇടുമ്പോൾ അവൻ കണക്കുന്ന ഒരു സന്ദേശമുണ്ട്, എൻ്റെ കയ്യിൽ എന്തുണ്ട്? തോക്കുണ്ട്. അവരും മനുഷ്യരാണ്, അവർ പേടിച്ചാണ് വരുന്നത്. ഇനി എങ്ങാനും വെടിവെച്ചോ എന്തോ ചെയ്യും, അപ്പോൾ അവർ ഷൂട്ട് ചെയ്യും. ഇതാണ് പോലീസുകാർ ചെയ്യുന്നത്. അതുകൊണ്ട് കൈ ഒരിക്കലും പോക്കറ്റിടാൻ അവർ സമ്മതിക്കത്തില്ല, കൈ സ്റ്റീറിങ്ങിൽ തന്നെ ഇരിക്കണം. അപ്പം ചുരുട്ടിയ കൈയും ചൂണ്ടുന്ന വിരലും ഒക്കെ ഉള്ളവർക്ക് ഒരിക്കലും സ്വർഗത്തേക്ക് കൈ ഉയർത്താനൊക്കത്തില്ല. ഇത് ഒഴിവാക്കിയെങ്കിലേ സ്വർഗത്തേക്ക് കൈ ഉയർത്താനൊക്കത്തുള്ളൂ. എങ്ങനെ ഉയർത്തി പ്രാർത്ഥിക്കണം? വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. കോപവും വാഗ്വാദവും വിട്ടകണം, വിശുദ്ധ കൈകളെ ഉയർത്തണം. ഇനി നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. 17-ാം അധ്യായത്തിൽ ഇതേ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വരുമ്പോൾ, രഫീദിമി വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുക. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട അമാലേക്കിനോട് യുദ്ധം ചെയ്യും. ഞാൻ നാളെ കുന്നിന് മുകളിൽ ദൈവത്തിൻ്റെ മട്ടി കൈ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് ചെയ്തതുപോലെ യോശുവ യുദ്ധത്തിന് പോയി അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ്റെ മുകളിൽ കയറി. താഴെ യുദ്ധം നടക്കുകയാണ്. താഴെ യുദ്ധം നടക്കുമ്പോൾ ഇത് വലിയൊരു ചിത്രമാണ്. ഇതാണ് ശരിക്കും സഭയുടെ ഒരു ചിത്രം. മോശ കുന്നിൻ്റെ മുകളിൽ നടക്കും, താഴ്വാരത്തിൽ എന്ത് നടക്കുന്നു? യുദ്ധം നടക്കുക. നമ്മളിന്ന് ആയിരിക്കുന്ന ഈ ഭൂമി, കോവിഡാനന്തര ഭൂമി, വല്ലാത്ത ഒരു യുദ്ധഭൂമിയാണ്. നമ്മൾ എന്തിനോടെല്ലാം യുദ്ധം ചെയ്യണം. ഞാൻ എളിയദാസൻ
കോവിഡിന് ശേഷം കണ്ടുമുട്ടിയ ഏറ്റവും വലിയ പ്രതിഭാസം ഭയങ്കര സ്പിരിച്വൽ വാർഫെയറിൻ്റെ ലോകമാണ്. ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷനിലേക്ക് പോയി. സത്യമാണോ? ഒത്തിരി മക്കൾ എന്തിൽ പോയി? ഡിപ്രഷനിൽ പോയി. നിങ്ങൾക്ക് എന്നോട് വിരോധിക്കാം, പക്ഷേ നമ്മുടെ അനുഭവങ്ങളെയൊക്കെ നിഷേധിക്കാനൊക്കെ. പെന്തക്കോസ്ത് സഭകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൃപാവര ശുശ്രൂഷകൾ. കൃപാവര ശുശ്രൂഷകളിൽ രോഗശാന്തിയുണ്ട്, ഭൂതോച്ചാടനമുണ്ട്, വീര്യപ്രവൃത്തി, ഭൂതങ്ങളെ പുറത്താക്കാം. എൻ്റെ ഒരു സുഹൃത്ത് പാസ്റ്റർ 50 മക്കളുമായിട്ട് 50 കുഞ്ഞുങ്ങൾ മാത്രമായിട്ട്, വലിയ മെഗാ ക്യാമ്പൊന്നും അല്ല, ഭയങ്കര എഫക്റ്റീവാണ്. 10 ദിവസം തൻ്റെ വീട്ടിൽ താമസിച്ചു. 2 പാസ്റ്റർമാർ 50 മക്കളായിട്ട് വീട്ടിൽ താമസിച്ചു. 10 ദിവസം ഇരുന്ന് ആ മക്കളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക, വേറെ ഒന്നുമില്ല. പ്രാർത്ഥന, ആരാധന, അവരോട് സംസാരിക്കുക, അവരൊന്നിച്ച് കഴിക്കുന്നു, കുടിക്കുന്നു, അവിടെ തന്നെ താമസിച്ചു. 50 പിള്ളേരുമായിട്ട് 10 ദിവസം. ഇന്നലെ മിനിഞ്ഞാന്ന് എന്നോട് ആ ദേവദാസ് ഒരു സംഭവം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഭൂതം ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടോ ഡാനി? അല്ലേ? കണ്ടിട്ടുണ്ട്. ഭൂതം ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഭൂതം ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭൂതം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ ശാസ്ത്രം വിടത്തുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. മറ്റേ ഇങ്ങനെയൊക്കെ പോരാടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഭൂതമൊക്കെ ആയിട്ട്. അപ്പോൾ അവർ ചോദിക്കും, നീ ആരാണ്? നീ എവിടെ നിന്നാണ് വന്നേ? അപ്പോൾ ഇന്നാരാണെന്നൊക്കെ പറയും. പൊയ്ക്കോ, സത്യം ചെയ്തൊക്കെ അങ്ങ് പോകും. എൻ്റെ സുഹൃത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ ഭൂതം ഇളകി. നീ ആരാണ്? ഞാൻ PUBG ആണ്. നിങ്ങൾ വിശ്വസിക്കോ? നീ ആരാണ്? ഞാൻ ഫ്രീ ഫയർ ആണ്. നീ ആരാണ്? ഞാൻ സെക്സ് വീഡിയോ ആണ്. ഈ ഓരോന്നും പറഞ്ഞ് ഭൂതം ഇറങ്ങിപ്പോയെന്ന് കേട്ടപ്പോൾ ഇനിയുള്ള ലോകത്ത് എന്തൊരു യുദ്ധം നടക്കുന്നേ. ഈ വാർഫെയറിലാണ്. അന്ന് ഇസ്രായേലും അമാലേക്കരുമായിട്ട് യുദ്ധം. ഇന്ന് ദൈവസഭയ്ക്ക് ഫ്രീ ഫയറും PUBGയും ഒക്കെ ആയിട്ടാണ് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. ഈ മക്കളൊക്കെ വന്നിരിക്കുക, ലഹരിയുടെ ലോകത്തിലേക്ക് പോകുന്നു. സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഈ യുദ്ധത്തിൻ്റെ നടുവിലാണ് സഭ. യുദ്ധം, സ്പിരിച്വൽ വാർഫെയർ. ഇവിടെയാണ് സഭയുടെ ഒരു ചിത്രം വെളിപ്പെടേണ്ടത്. അവിടെ ഒരൊറ്റ യുദ്ധമുള്ളൂ. നമുക്കടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല, ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചയെ ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുമ്പോൾ ഈ പോരാട്ട ഭൂമിയിൽ നമ്മുടെ ആയുധമുണ്ട്, ഉയർത്തിയ കരം. ഉയർത്തിയ കരം. എനിക്ക് നല്ല സ്മാർട്ടായിട്ടുള്ള 3 ആൺപിള്ളേരെ വേണം. ആരെങ്കിലും ഓടി വന്നേ, 3 പേര് ഒരു കസേരയായിട്ട് വന്നേ. 3 നല്ല മിടുക്കര് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. മോനെ അതൊന്നും കാണിക്കണേക്കളെ. 3 പേര് മാസ്ക് വെക്കുവോ വെക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുക. ഒരു കസേര ഇവിടെ, മോനെ ആ കസേര ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കസേരയായിട്ട് വരിക. അപ്പോൾ യുദ്ധമാണ്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? സത്യം പറ. 1000 അമ്മമാർ ഈ PUBGയുമായിട്ട് യുദ്ധം ചെയ്യുന്നില്ലേ? അണ്ട് അവിടെ ഇരുന്ന PUBG അല്ലെ ഫ്രീ ഫയർ കൊച്ചിൻ്റെ ഓൺലൈനുമായിട്ട് ഞാൻ യുദ്ധത്തിലാണെന്ന് സത്യസന്ധമായിട്ട് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ഞാൻ കുറേ ആരുമില്ല ഇവിടെ. പേടിയാ. അവനപ്പുറത്തിരുന്ന് കൈ ചീട്ടി ചെല്ലുമ്പം ശരിയാക്കുക എങ്ങാനും കൈ ഉയർത്തേക്ക്. കൊച്ചു തൊട്ട് വലിയൊരു വരെ ഈ ഒരു യുദ്ധത്തിലാണോ? സത്യം പറ. ആണോ? ആണെങ്കിൽ പിന്നെ കൈ ഉയർത്തില്ല. പേടിയാണോ? ഞാൻ ഈ യുദ്ധത്തില്ല, എല്ലാവരും യുദ്ധത്തില്ല. അപ്പോൾ ഈ ഒരു യുദ്ധം ആണ്. ഇത് സത്യമാണ്, നിഷേധിക്കാനൊക്കാത്തൊരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യ ഭൂമിയിൽ നമ്മളൊരു യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിൽ സഭയ്ക്ക് ഇനിയും മനുഷ്യർക്കുള്ള ആശ്രയം എവിടെയാണ്? ഒരേ ഒരു ആശ്രയം. ഒരേ താഴ്വാരത്ത് യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധഭൂമിയിൽ മോശയുണ്ട്. മോശയുടെയാണ് ദൗത്യം. മോശയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള ഒറ്റ ആയുധമുള്ളൂ. നമ്മുടെ കൈ വടിവാളില്ല, നമ്മുടെ കൈ കൈബോംബില്ല, നമ്മുടെ കൈ ആസിഡ് ബൾബില്ല. നമുക്കുള്ള യുദ്ധതന്ത്രം ആയുധം ഒന്ന് ഉയർത്തിയ കൈയാണ്. ഈ ഉയർത്തിയ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് മോശ. ഞാൻ മോശയായിട്ട് വിളിക്കുകയാണ്. മോശ ആരാണ്? ലീഡറാണ്, ദൈവമാക്കിയ ലീഡർ. മോശ ഇങ്ങനെ കൈ ഉയർത്തി നിന്നില്ലേ, ഒരു പ്രശ്നമുണ്ട്. മോശയുടെ കൈ താണുപോയ ഒരു കുഴപ്പം, അപ്പം താഴെ അടി കിട്ടും.
അപ്പം താഴെ അട്ടി കിട്ടും. അമാലിക്കും കയറി അടിക്കും എന്ന് പറഞ്ഞാൽ വിഷാദരോഗം കയറി അടിക്കും, ആത്മഹത്യ കയറി അടിക്കും, ലഹരി കയറി അടിക്കും. ഈ അടി ഉണ്ടാകാതിരിക്കാൻ യുദ്ധം ചെയ്യിക്കാൻ. യുദ്ധമാണ്, ചെറിയ കാര്യമല്ല, യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ജയിക്കാൻ ഒറ്റ വഴിയുള്ളൂ. മോശ എന്ത് ചെയ്യണം? കൈ ഉയർത്തിപ്പിടിക്കണം. പക്ഷെ മോശ ആരാ? മോശ ഒരു ഫോളൻ ബോഡിക്കകത്ത് ജീവിക്കുന്ന ആളാ. എല്ലാവരും മനുഷ്യരാ. കുറച്ച് കഴിഞ്ഞപ്പോൾ മോശ ക്ഷീണിച്ചപ്പം അഹരോനും ഹൂരും കൂടെ കുന്നിൻ്റെ മുകളിൽ കയറി. ഒരുവനേക്കാൾ ഇരുവനേറെ നല്ലതാ 2 or 3 പേർ എൻ്റെ നാമത്തെ. 3 പേര് പോയി. അവരൊരു കാര്യം ചെയ്തു. മോശയെ ഒരു കൈക്ക് ഭാരം തോന്നിയപ്പോൾ കല്ലെടുത്ത് വെച്ച് അവനെ അതിലിരുത്തി. മോശ ഇരുത്തി. പക്ഷെ മോശ ഇരുന്നിട്ട് കാര്യമില്ല. മോശ ഇരുന്ന താഴെ യുദ്ധം തോക്കും. അപ്പം എന്തോ ചെയ്തു? ഒരു കല്ലിന്മേ ഇരുത്തിയിട്ട് മോശയോട് പറഞ്ഞ് കൈ ഉയർത്തിപ്പിടിച്ചു. അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് താങ്ങിപ്പിടിച്ചു. എല്ലാവർക്കും കാണാം. ഇത് വീഡിയോ കാണുന്നവർക്കൊക്കെ കാണാമോ? കാണാവുന്നവർ ആ സൂമി ഒന്ന് കൈപൊക്കിക്കേ. ഇതാണ് സഭ. ഇതായിരിക്കണം സഭ. ഇല്ല, തോറ്റു. ഈ കൈ താങ്ങുമ്പോൾ ഞാനൊരു ദൈവദാസനാ, ഞാനൊരു പൊതുശുശ്രൂഷകനല്ല. ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബേസിക്കലി ഐ ആം എ പാസ്റ്റർ. ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചെങ്കിൽ മാത്രമേ ഇനിയുമുള്ള കോവിഡാനന്തര യുദ്ധത്തിൽ നമുക്ക് ജയിക്കാനൊക്കത്തുള്ളൂ. ഇസ്രായേൽ ജയിക്കാന്ന് പറഞ്ഞ സഭയല്ല ജയിക്കുന്ന. ഓരോ കുടുംബത്തിൻ്റെ ജയത്തിന് വേണ്ടി ഒരു കൈ ഇങ്ങനെ ഉയർന്നിരിക്കണം. പക്ഷെ ആ കൈ എപ്പോഴൊക്കെയോ താങ്ങി നിർത്തണം, അല്ലേ തളരും. കൈവിട്ട മക്കളെ, കുറച്ചു നേരം കഴിയുമ്പോൾ ഈ മോൻ നല്ല മിടുക്കനാണെങ്കിലും നല്ല പവർഫുൾ പ്രെയറായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല പവർഫുൾ പ്രെയറാണ്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ കൈ അത്ര നേരം ഉയർത്തിപ്പിടിക്കാനൊക്കെ ഒക്കില്ല. ഇവിടെയാണ് നമുക്ക് ആവശ്യം. അഹരോനും ഹൂരും കൂടി ഇങ്ങനെ താങ്ങിപ്പിടിക്കണം. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവ് ചോദിക്കുക, എനിക്ക് കർത്താവ് ഒന്നും ചെയ്യാൻ ഒത്തില്ലെങ്കിലും കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ താങ്ങി നിർത്താൻ ഞാനുണ്ടെന്ന് പറയാൻ കഴിയുന്നവരൊക്കെ ഒന്ന് കര ഉയർത്തി. മോശയുടെ കരം, ദൈവദാസൻ്റെ കരം താങ്ങിപ്പിടിക്കാൻ എനിക്കൊരു ശുശ്രൂഷയ്ക്ക് കഴിയും. ഇത് ആർക്കും ചെയ്യാം, ഒരു കുഞ്ഞിന് പോലും ചെയ്യാം. എങ്ങനെ താങ്ങാം? പ്രാർത്ഥനയിൽ താങ്ങാം. എങ്ങനെ താങ്ങാം? ഒരു വാക്കുകൊണ്ട് താങ്ങാം. എങ്ങനെ താങ്ങാം? പല രീതിയിൽ താങ്ങാം. സാമ്പത്തികം മാത്രമല്ല താങ്ങ്, നല്ലൊരു വാക്കുകൊണ്ട് താങ്ങാം, നല്ലൊരു പ്രാർത്ഥന കൊണ്ട് താങ്ങാം, നല്ലൊരു ഉപവാസം കൊണ്ട് താങ്ങാം. ഞാനുണ്ട്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഹൂരിൻ്റെ കൊച്ചുമകൻ ബെസലേലിനെയൊക്കെ നാം കാണുന്നുണ്ട്. ദിവ്യജ്ഞാനം കൊടുത്ത് ആലയം പണിയാൻ വേണ്ടി ലോകം കണ്ട ഏറ്റവും വലിയ ആർക്കിടെക്റ്റായിട്ടൊക്കെ ആക്കിയത് ഹൂരിൻ്റെ കൊച്ചുമകനെയാണ്. താങ്ങുന്നതൊക്കെ തമ്പുരാൻ കാണും. അതുകൊണ്ടാണ് നാം പാടുക, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെപ്പോൾ ആരാധ്യൻ ആരുമില്ല. എൻ്റെ കരം മോശയെ താങ്ങുന്ന കരമായി മാറാൻ, നിങ്ങളുടെ ദൈവദാസനെ താങ്ങാൻ കർത്താവിന് ആൾക്കാരെ വേണം. അദ്ദേഹം, ഞാനൊന്ന് ബഹുമാനത്തോട് ചോദിച്ചോട്ടെ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ലിജിമോഹൻ പാസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് വരാം. പറയൂ, വയ്യായെങ്കിലും എനിക്ക് ഐ നോ ദാറ്റ്. ക്യാമറയിൽ കിട്ടണം. ഈ ദൈവദാസൻ്റെ കരം പ്രാർത്ഥനയെ താങ്ങാൻ, ഈ ദൈവദാസൻ്റെ കരം, ഈ ദൈവദാസർ ഇവരെല്ലാം ഒന്നിച്ച് നിൽക്കുന്നവരാ. താങ്ങി നിർത്താൻ ഒരു അഹരോനെ പോലെ, ഹൂരിനെ പോലെ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അതിന് എല്ലാവരും ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ ഓരോ യോഗവും റീഡെഡിക്കേഷനാണ്, ഓരോ യോഗവും പുനഃസമർപ്പണമാണ്. ഞാൻ അതിനെ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റ് നിന്നേ, ഒന്ന് താങ്ങി നിർത്താൻ. താങ്ങ് ആവശ്യമല്ലേ? തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന്. സൂമി നിൽക്കുന്നവർ തയ്യാറാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങളോടൊന്ന് എഴുന്നേക്കാമോ? നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ മുഖമൊന്നും നോക്കണ്ട. ലൈവ് കാണുന്നവരെ ഞാൻ കാണത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എഴുന്നേക്കാം. ദൈവം അതെല്ലാം കാണുക.
നിങ്ങളുടെ കരങ്ങളെ ഒന്ന് പിടിച്ചിട്ട് പറ, കർത്താവെ താങ്ങാൻ കരങ്ങൾക്ക് ശക്തി തരണേ. ഞാനുണ്ട് താങ്ങാൻ. അങ്ങനെ താങ്ങി നിർത്തുന്ന കരങ്ങൾക്ക് ബലം കിട്ടാൻ, എന്നാലേ ഈ കൈ ഇങ്ങനെ ഉയർന്നു നിൽക്കത്തുള്ളൂ. ഈ കൈ ഉയർന്നു നിന്നെങ്കിലേ യുദ്ധം ജയിക്കത്തുള്ളൂ. യുദ്ധം ഭയങ്കര കൊടും ഭീകര യുദ്ധമാണ് നടക്കുന്നേ. ഞാൻ പറയുന്ന ഒന്ന് എനിക്ക് അനുഭവത്തിൽ നിന്നും തീച്ചുളയിൽ നിന്നുകൊണ്ട് പറയാ, കൊടും യുദ്ധമാ, സ്പിരിച്വൽ വാർഫെയറാ, ആത്മീയ യുദ്ധമാ. പിടിച്ചു നിൽക്കണം. സിംഹത്തിന്റെ വായിന്ന് ഒത്തിരി എണ്ണത്തെ വലിച്ചെടുക്കണം. എടുക്കണമെങ്കിൽ കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കണമെങ്കിൽ താങ്ങി പിടിക്കണം. അതിനാണ് ദൈവസഭയെ കർത്താവ് വിളിക്കുന്നത്. കരങ്ങളെല്ലാം ഉയർത്തിപ്പറ, എനിക്കതിനുള്ള ശക്തി കിട്ടണേ. ഞങ്ങളുടെ ദൈവദാസനെ താങ്ങുവാൻ. ഒരു പക്ഷേ മറ്റിതര സഭകളിൽപ്പെട്ടവർ കേൾക്കുന്നുണ്ടായിരിക്കാം. ഐ റെസ്പെക്ട് യു, ഓണർ യു. നിങ്ങളുടെ സഭകളിലെ ദൈവദാസന്മാരെ താങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്ര. ദൈവം അനുഗ്രഹിക്കണമേ. ഈ ദാസന്റെ കൈ താങ്ങിപ്പിടിക്കുവാൻ, ക്ഷീണിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട്, ബലഹീനപ്പെടും തോന്നുമ്പോൾ പ്രാർത്ഥന കൊണ്ട്, കർത്താവെ എവിടെയോ ഒന്ന് തളരുന്നു തോന്നുമ്പോൾ, മൂർച്ച കുറയും തോന്നുമ്പോൾ ഉപവാസം കൊണ്ട്, കർത്താവെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ കർത്താവെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ ദാസന്മാരുടെ കരങ്ങളെ താങ്ങിപ്പിടിക്കുവാൻ തീരുമാനിച്ച് ഉപവാസ പ്രാർത്ഥനയെ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന മുഴുജനത്തെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ പ്രാർത്ഥിക്കുന്നു. പ്രാദേശിക സഭകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള കർത്തൃദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കൂട്ടു ശുശ്രൂഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൽഡേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഷേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിവിധ നിലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ താങ്ങുന്ന കരങ്ങൾ ഇവിടെ അധികമായി എഴുന്നേക്കട്ടെ. താങ്ങി നിർത്തുന്ന സഭയായി മാറട്ടെ. കർത്താവെ താങ്ങുന്ന കരങ്ങൾ എഴുന്നേക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ള വലിയൊരു അഭിഷേകം, തളർത്തുന്നതല്ല, താങ്ങുന്ന കരം. ഋഗനം ദിഗനം രഗജം ദഗനം ധാരം ധേരം ഷൈഡം വൈഡം ദരകനം രഗജം അർക്കല ഹംദന റിക്കന വച്ചന വൈഡപരംദന റിക്കന ധാരകരംദല റിക്ക ധേരം അർഗധേരം ചാരം ധേരം 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 ഋഗജം ദഗനം ദഗനം ധാരം ഇടപര ശകനം ദിഗനം രഗജം ദഗനം ധാരം ധേരം ഋഗജം ദഗനം രഗജം അർക്കല ഹംദന റിക്കല വച്ചന വൈഡപരംദന റിക്കല ധാരക രക്ഷണ സന്ദര് ീകത്തരകം ശകനം ദിഗനം രഗജം ധാരം രഗജം രഗലം ദിഗനം. യേശുവേ, ഈ മക്കൾക്ക് അതിനുള്ള ബലം കൊടുക്കണേ. ഈ മക്കൾക്ക് അതിനുള്ള ശക്തി കൊടുക്കണമേ. അതിനുള്ള ഭാരം കൊടുക്കണമേ. അതിനുള്ള ആത്മാർത്ഥത കൊടുക്കണമേ. അതിനുള്ള കാഴ്ചപ്പാട് കൊടുക്കണമേ. അതിനുള്ള ഹൃദയബലം കൊടുക്കണമേ. അതിനുള്ള ഹൃദയശക്തി കൊടുക്കണമേ. അങ്ങനെയുള്ള വെട്ടിപ്പുള്ള കൈകൾ എഴുന്നേൽക്കണമേ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ശരീരഭാഷ നാം കണ്ടു. കരങ്ങൾ ഉയർത്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കൊരു ജയമുണ്ട്. അവിടെ ഒരു കൊടി ഉയർന്നു. അവരാ സ്ഥലത്തിന് പേരിട്ടു യഹോവ നിസി, എൻ്റെ ജയത്തിൻ്റെ കൊടി. കരമുയർത്തിയാൽ ഒരു കൊടി ഉയരും. ആ കൊടി ജയത്തിൻ്റെ കൊടിയാണ്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ജയത്തിൻ്റെ കൊടി കർത്താവ് ഉയർന്നു. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നു, സംഗീതത്തിലേക്ക് വരുമ്പോൾ സംഗീതം 121, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1, യോഹന്നാൻ 11:41. നോക്കൂ, യോഹന്നാൻ 17:41. ഞാൻ ഇത് പറഞ്ഞിട്ട് കർത്താവായ യേശു മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി. വായിച്ചാട്ടെ, യോഹന്നാൻ 17:1. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അതൊരു നാഴിക എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മരണത്തെ കാണിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ കാനാവിലെ വീട്ടിൽ വെച്ച് പറയുന്നുണ്ട്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അർത്ഥം, എൻ്റെ മരണം ഇതുവരെ ആയിട്ടില്ല. എന്നാൽ യോഹന്നാൻ 13 പറയുന്നു, നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്. യോഹന്നാനിൽ നാഴിക അല്പം വേദനിപ്പിക്കുന്ന ഒരു പദമാണ്, മരണമാണ്. യേശു കർത്താവ് 17-ാം അധ്യായത്തിൽ തൻ്റെ മരണത്തിൻ്റെ സമയം അടുത്തു എന്നറിഞ്ഞിട്ട് നോക്കൂ, സ്വർഗത്തേക്ക് നോക്കി. അപ്പോൾ പ്രാർത്ഥനയുടെ മറ്റൊരു ശരീരഭാഷയാണ്
സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. അത് നമ്മൾ സങ്കീർത്തനം 121 കാണുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന്? അപ്പം പർവ്വതങ്ങളിലേക്ക് കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കുക. 1 കരം ഉയർത്തി പ്രാർത്ഥിക്കുക, 2 കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. അതൊരു പ്രാർത്ഥനയുടെ ശരീരഭാഷയാണ്. കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തുക. വീണ്ടും നാം മുമ്പോട്ട് പോകുമ്പം കാണുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നു എന്ന് കാണും. 1 ശമൂവേൽ 1:26. കുഞ്ഞുമായിട്ട് ശമൂവേൽ ബാലനുമായിട്ട് ദേവാലയത്തിൽ വരുമ്പോൾ ഹന്ന പറയുന്നൊരു വാക്കുണ്ട്, യജമാനെ. വായിച്ചാട്ടെ 1 ശമൂവേൽ. യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഇവിടെ നിന്നിരുന്ന സ്ത്രീ ഞാനായിരുന്നു. അപ്പൊ നാം അവിടെ കാണുന്നു, അവർ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചു? നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്തിനാ നമ്മൾ നിൽക്കുന്ന ബഹുമാനമാണ്, ആദരവാണ്. നമുക്കറിയാം, മൂത്തോരൊക്കെ വരുമ്പോൾ ഭാരതീയ പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്, മൂത്തോര് വരുമ്പോൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. നാളെ ഫാദേഴ്സ് ഡേ ആണ്. അപ്പനൊക്കെ കയറി വരുമ്പോൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. അതൊരു മര്യാദയുടെ ഭാഗമാണ്. ഒരു ദൈവദാസൻ വരുമ്പോൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. എന്നെ അത് പഠിപ്പിച്ച ഒരു ദൈവദാസനുണ്ട്, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്. ഞങ്ങൾ പലയിടത്ത് ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ ഈ കൊച്ചു പിള്ളേരൊന്നും വന്നാൽ അങ്ങനെ എഴുന്നേൽക്കാറില്ല. പക്ഷെ ഒരു 10 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് വന്നാൽ പോലും എൻ്റെ ആ പ്രിയ സഹോദരൻ എഴുന്നേറ്റ് നിന്ന് കൈ കൊടുക്കും. ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചു. അത് ആ കുഞ്ഞിനോടുള്ള ആദരവാണ്. എഴുന്നേൽക്കുക. ഇവിടെ നാം കാണുന്നു, പ്രാർത്ഥിച്ചപ്പോൾ അവർ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? എഴുന്നേറ്റ്. അപ്പം കൈ ഉയർത്തുന്നതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. നമുക്കറിയാം, യുദ്ധമൊക്കെ നടക്കുമ്പോൾ ആയുധം താത്തു വെച്ചിട്ട് അവരോട് പറയും, നിങ്ങൾ കൈകൾ എന്ത് ചെയ്യണം? ഉയർത്തണം. ഒരു കാര്യം കൂടെ അവിടെ സമ്മതിക്കുക, ഞങ്ങൾ തോറ്റു, ഞങ്ങൾ നിരാലംബർ, നിരായുധർ, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിക്കുന്നവർ, അവർക്ക് ഈ കര ഉയർത്താനൊക്കത്തുള്ളൂ. ദൈവമേ, ഞങ്ങളുടെ കൈകളിൽ ആയുധങ്ങളൊന്നുമില്ല, ഞങ്ങൾ നിരായുധരാണ്, നിരാലംബരാണ്, ഞങ്ങൾ ദൈവസന്നിധിയിൽ മാത്രം വിനയപ്പെടുന്നവരാ. അവർ ദൈവസന്നിധിയിൽ കൈ ഉയർത്തും. 2 ദൈവത്തോടുള്ള ബഹുമാനം കൊണ്ട് നാം അറിയാതെ കരങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കും. അപ്പോൾ പ്രാർത്ഥിക്കാം. എങ്ങനെ? നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നിൽക്കുന്നു. കുറേ പേര് നിന്നിട്ടുണ്ട്. നോക്കൂ, ദിനവൃത്താന്ത പുസ്തകം 2-ാം അധ്യായത്തിൽ 2 ദിനവൃത്താന്തത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ 2 ദിനവൃത്താന്തം 20:5. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന് മുമ്പിൽ യഹൂദയുടെയും യെരൂശലേമിന്റെ സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു എന്തെന്നാൽ, മധ്യ നിന്നുകൊണ്ട് പറഞ്ഞു. ഒരു വലിയ പ്രതിസന്ധി വന്ന സമയത്ത് യഹോശാഫാത്തും കൂട്ടരും നിൽക്കുകയാണ്. അപ്പൊ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു നിയോഗമൊക്കെ തോന്നിയാ പ്രാർത്ഥിക്കുമ്പോൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. കര ഉയർത്തി പ്രാർത്ഥിച്ചു, കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. നിൽക്കുന്ന എപ്പോഴാ? പലരും നിൽക്കാം, ബഹുമാനം കൊണ്ട് നിൽക്കാം. 2 സന്തോഷം വരുമ്പോൾ നമ്മൾ ചാടി എഴുന്നേക്കും. നമുക്കറിയാം, കളികളൊക്കെ നടക്കുമ്പോൾ, സ്പോർട്സൊക്കെ നടക്കുമ്പോൾ, സന്തോഷം വരുമ്പോൾ, അവിടെ ടീം ജയിക്കുമ്പോൾ എന്തിനാ എഴുന്നേൽക്കുക? ആ ടീമിനോടുള്ള സന്തോഷം കൊണ്ടാണ്. അപ്പം ദൈവസന്ധി ബഹുമാനത്തോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് നാം ആരാധിക്കുമ്പോഴൊക്കെ ദൈവസന്ധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. എഴുന്നേറ്റ് നിർത്തി പാട്ട് പാടുന്നതൊക്കെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ട്. എന്തിനാ എഴുന്നേൽപ്പിക്കുന്ന ഒറ്റ അർത്ഥത്തിലാണ്, ദൈവത്തോടുള്ള ബഹുമാനം കൊണ്ട്. മക്കളില്ലാത്ത ഹന്ന, നിന്ദിക്കപ്പെട്ട ഹന്ന ദൈവസന്ധി വന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഏറ്റവും ദാൻ മുതൽ ബേർശബ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്ന ശമൂവേൽ ബാലനെ തനിക്ക് കൊടുത്തു. ഇന്ന് ഹന്ന ഓർക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്ധി നിന്നുകൊണ്ട് കഴിക്കുന്ന സങ്കടയാചന കാലം മറന്നാലും കാലത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ ദൗത്യ നിയോഗങ്ങളായിട്ട് മാറും. ഇന്നും ശമൂവേലിനെ ഓർക്കുന്നു. ഇന്നും ജനിക്കുന്ന മക്കൾക്ക് സാമെന്നും ശമൂവേലെന്നും ഒക്കെ പേരിടാൻ കാര്യം എന്താ? ഹന്ന നിന്നതാ. മാതാപിതാക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ മക്കൾക്ക് വേണ്ടി നിന്ന ഒരു കാര്യം ഉറപ്പാ, ആ മക്കൾ ദൈവത്തിന് വേണ്ടി നിൽക്കും.
നിന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കുറിച്ചിട്ടോ കാലം കഴിയും, നാം കാണും അവർ തമ്പുരാന് വേണ്ടി നിൽക്കുന്നത്. ഒരു നിമിഷം നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നിന്ന് പ്രാർത്ഥിച്ച, ഞാൻ ഇവിടെ നിന്ന യജമാനെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്ന ആ സ്ത്രീ ഞാനാ. ഇന്ന് കുഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. മക്കൾക്ക് വേണ്ടി ദൈവസന്നിധി നിന്ന അമ്മ അന്ന, പിന്നെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന അമ്മ മറിയം. മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളവരെല്ലാം എഴുന്നേറ്റ് നിന്നാണ്ട് ഒരു വാക്കും കൂടെ അങ്ങ് എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. നാം ദൈവസന്ധി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന അവർ ദൈവസന്ധി നിൽക്കും. ഇന്നിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. എൻ്റെ മോനെ, എൻ്റെ മോനെ, ആ മോൻ്റെ പേരൊക്കെ എഴുതിയിട്ടെ. ഇന്നവർ ചിലപ്പം നമുക്കിഷ്ടമില്ലാത്തടത്ത് നിൽക്കുകയായിരിക്കാം, നിൽക്കേണ്ടതുപോലെ നിൽക്കുന്നില്ലായിരിക്കും. പക്ഷെ ഹന്ന നിന്നു, ശമൂവേലും നിന്നു. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായി നിർത്തിയെങ്കിൽ വളരെ ശാന്തമായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ മക്കളുടെ പേര് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച്. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പേര് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച്. മക്കളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ദാമ്പത്യത്തിൽ ഇതുവരെയും മക്കളായിട്ടില്ലെങ്കിൽ, അപ്പ ഞങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞിനെ നിന്റെ സന്നിധി കൊണ്ടുവരാ എന്ന് പ്രാർത്ഥിച്ചു. രാത്രി പ്രാർത്ഥന ഉയരട്ടെ. ഓരോ കുഞ്ഞിന് വേണ്ടിയും പ്രാർത്ഥിച്ച്. ഉറപ്പ് ഡേറ്റ് കുറിച്ചിട്ടു. ജൂൺ മാസം 18-ാം തീയതി കൊട്ടാരക്കരയുള്ള ഈ ദൈവസഭയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി കാലം കഴിയും. കർത്താവ് വരാൻ താമസിച്ച അവർ നിൽക്കും ദൈവത്തിന് വേണ്ടി. പിതാവേ, ഇപ്പോൾ ഈ മാതാപിതാക്കൾ എളിയവരുടെ ആഹ്വാനത്തിന് മുമ്പിൽ വചനത്തെ വിശ്വസിച്ച് നിന്നുകൊണ്ടൊരു ഹന്ന പ്രാർത്ഥിച്ചതുപോലെ അവ പ്രാർത്ഥിക്കുന്ന മക്കൾ ദൈവരാജ്യത്തിൽ നിൽക്കണേ, ശക്തരായി നിൽക്കണേ, അഭിഷേകത്തോടെ നിൽക്കണേ, അധികാരത്തോടെ നിൽക്കണേ, വിശുദ്ധരായി നിൽക്കണേ. ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായി നിൽക്കണേ. ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹന്നാ ദൈവസന്ധി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഓരോ മക്കളും ആ ഡേറ്റ് കുറിച്ചിട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ച മക്കൾ കാലം കഴിയുമ്പോൾ കർത്താവ് വരാൻ താമസിച്ച അവർ നിൽക്കും. അവർ നിൽക്കും, ദൈവരാജ്യത്തിൽ നിൽക്കും, ദൈവസഭയ്ക്ക് ചുമലായി നിൽക്കും. സ്വപ്നം കണ്ടേ കരം താങ്ങിക്കൊണ്ട് നിൽക്കും. ദൈവസന്ധിയില് നിന്ന ഹന മക്കന് വേണ്ടി. ഇങ്ങനെ ദൈവസന്ധി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, താൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകൻ. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. ദാവീദിനെ നാം കാണുകയാണ്. രാജാവാണ് ദാവീദ്.
ദാവീദ് എന്ത് ചെയ്തെന്ന് കാണുന്നുണ്ട്. 2 ശമൂവേൽ 7:18. 2 ശമൂവേൽ 7:18. അപ്പോൾ ദാവീദ് രാജാവ് അകത്തു ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്തു? ഇരുന്നു. ഇനി അടുത്തൊരു പ്രാർത്ഥനയുടെ ശരീരഭാഷയാണ് ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഇരിക്കുക. ഇന്ന് പലർക്കും ഇരിക്കാൻ പാടാണ്. ഇരിക്കാൻ പാടുള്ള ഒറ്റ കാര്യം കൊണ്ടാ ഇരിക്കാത്തോണ്ടാ. ഇരുന്നു ഒരു പാടില്ല, ഇരിക്കാൻ എളുപ്പമാണ്. ഞാനിടത്ത് നിൽക്കുമ്പോൾ ഒരാളിനോട് ഒന്ന് വെച്ചു, പാസ്റ്റർ ഒത്തിരി തന്നെ വർത്തമാനം പറഞ്ഞപ്പോൾ ഒരാൾ ബോഡി ഇതാർക്കെങ്കിലും കാണിക്കണേ, ധൈര്യം ഉണ്ടെങ്കിലേ. കണ്ണാടി മോനൊക്കെ നല്ല സ്കിൽറ്റായിട്ടുള്ള പിള്ളേർക്ക് ചിലപ്പോൾ ഒക്കെ ആയിരിക്കുമോ. ഒരാളിനോട് ചോദിച്ചു, പാസ്റ്റർ ഫിറ്റാണോ, അസുഖം വല്ലതും ഉണ്ടോ? അനിച്ച് അതിനിപ്പോൾ എന്താ ഉണ്ടെങ്കിലേ മെഡിക്കൽ ചെക്കപ്പ് പോയാണോ? ഒന്നും വേണ്ട, ഒറ്റ കാര്യം കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഇഫ് യു ആർ ഫിറ്റ് ഓർ നോട്ട്. ഞാൻ എങ്ങനെ അറിയാം? കൈ കുത്താതെ ഇരിക്കണം, എന്നിട്ട് കൈ കുത്താതെ എഴുന്നേക്കണം. നിങ്ങൾ ഫിറ്റാന്ന് പറഞ്ഞു. കൈ കുത്താതെ ഇരിക്കാവോ? കൊച്ചു പിള്ളേർക്ക് മോനെ ഇരിക്കാവോ? കൈ കുത്താതെ ഇരിക്കണം, എന്നിട്ട് കൈ കുത്താതെ എഴുന്നേക്കണം. ചെരുപ്പുരി ഇട്ടിട്ട് ഇവിടെ വന്ന് അവനൊക്കെ ചിലപ്പോൾ ഇരിക്കും, കാരണം കുഞ്ഞായതുകൊണ്ട്. കൈ കുത്താതിരുന്നേ, ഇനിയും കൈ കുത്താതെ എഴുന്നേറ്റേ. ഇതുപോലെ എഴുന്നേക്കാവോ? ഇരിക്കാവോ? ആർക്കെല്ലാം അവനെനിക്ക് ഇഷ്ടപ്പെട്ടു, അവനാ ധൈര്യം കാണിച്ചു. കൺഗ്രാജുലേഷൻ. ഇരിക്കാറുണ്ടോ ഇങ്ങനെ? പിന്നെ ഇത്രയും ധൈര്യം തോന്നി? ഞാൻ ഇന്നലെ ഒരാളെ ഇരുത്തി പുട്ടോന്ന് താഴെ പോയി, പുടുക്കൊന്ന് താഴെ പോയി. ദൈവം എനിക്ക് നയിക്കട്ടെ. ഇവൻ ഫിറ്റാണ്, കണ്ടോ അവൻ്റെ ആ മെല്ലിച്ച ശരീരവും. അവനാകെ ആള് ഫിറ്റാണ്. ഓടുവോ മോനെ? സ്പോർട്സിലുണ്ടോ? എത്ര മീറ്ററാ? മാസ്ക് മാറ്റിക്ക് ഉറക്കെ പറഞ്ഞ്. 200 മീറ്റർ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല, ഇനിയും കിട്ടും. നീ ഫിറ്റാണ്, ഓടിക്കോ കേട്ടോ. നിന്റെ ഓട്ടം തുടങ്ങുകയാണ്. അപ്പം 200 മീറ്റർ സ്പീഡുള്ള കൊച്ചനാണ്, അതുകൊണ്ടാണ് അവൻ ഇരിക്കി എഴുന്നേക്കുകയും ചെയ്തത്. അപ്പോൾ ഒരാൾ ഫിറ്റാകുന്ന ഏറ്റവും വലിയ ലക്ഷണമാണ് കൈകുത്താതെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. നമ്മൾ ഈ സ്പിരിച്വലി ഫിറ്റാകും തമ്പുരാൻ്റെ അടുക്ക ഇരുന്ന. ദൈവസന്ധി ഇങ്ങനെ ഇരിക്കണം. ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഇനി എസ്.കെ. പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അവിടെ ഡേറ്റും ഒക്കെ പറയാം. ഡേറ്റ് ഒക്കെ ഇട്ട് പ്രവാചകൻ പറയുന്നു 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി. കണ്ട എന്ത് കൃത്യം! 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരുന്നു. ഇസ്രായേൽ മൂപ്പന്മാർ ഇവിടെ ഇരിക്കുകയും, അപ്പൊ പ്രവാചകൻ പറയുന്നു ഞാൻ ഇരുന്നു ദൈവസന്ധി ഇങ്ങനെ ഇരിക്കണം. ഇരുന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രാപിക്കാനൊക്കും. കർത്താവിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുക്ക ഇങ്ങനെ ഇരിക്കണം, അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കണം. യേശു കർത്താവ് ശിഷ്യരെ പഠിക്കുമ്പോൾ പുരുഷാരത്തെ കണ്ടുകൊണ്ടിരുന്നു. പുരുഷാരം അവിടുത്തെ ചുറ്റും വന്നിരിക്കുകയാണ്. ദൈവം അവരോട് സംസാരിക്കുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവസന്ധി ഇരിക്കാൻ വേണ്ടി? കുറേ നേരം ഇരിക്കണം. എന്ത് സുഖമെന്നറിയാം ദൈവസന്ധി ഇങ്ങനെ ഇരിക്കണം. ഞാൻ കേരളത്തിലെ ഒരു പഴയകാല പാസ്റ്ററെ കുറിച്ച്, അദ്ദേഹം ഭയങ്കര പണ്ഡിതനായിരുന്നു. ഞാൻ 1-2 വട്ടം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, മരിച്ചുപോയി. അദ്ദേഹത്തെ കൃത്യമായി എപ്പോഴും ആ ദൈവദാസൻ്റെ കയ്യിൽ ഒരു സഞ്ചിക്കകത്ത് പുസ്തകങ്ങളും കാണും. ഭയങ്കര പണ്ഡിതനാണ്. എപ്പോഴും ഒരു കൊച്ചു മടക്കാവുന്ന അദ്ദേഹത്തിൻ്റെ യാത്രയിൽ കൂടെ കാണും. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നടന്നൊരു കാര്യം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. താൻ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ്, പായും എല്ലാം ഉണ്ട്. കുറച്ചു നേരമായി ട്രെയിൻ വരാൻ ലേറ്റ് ആണല്ലോ, അരമണിക്കൂർ 15 മിനിറ്റ് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും ചെയ്തില്ല. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലോട്ട് പായം കൊണ്ട് വിരിച്ച് പുസ്തകം എല്ലാം നിരത്തി പുസ്തകം വെച്ചുകൊണ്ട് അപ്പച്ച ഇരുന്ന് പ്രാർത്ഥിക്കുക, വായിക്കുക. എന്തൊരു വചനവചസ്സുകളാ, എന്തൊരു ജ്ഞാനമാ, എന്തൊരു വിനയമാ. എന്താ കാര്യം? ദൈവത്തിൻ്റെ അടുക്ക ഇരിക്കുന്ന ഒരു മനോഭാവം. എത്ര പേർ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും, അധികമായി അങ്ങയുടെ സന്ധി ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചേ. ആർക്കും ഇരിക്കാം, ദൈവത്തിൻ്റെ സന്ധി ഇരിക്കണം, ദൈവത്തിൻ്റെ സന്ധി ഇരിക്കണം. ഇനി അടുത്ത ഒരു പ്രാർത്ഥനയുടെ അപ്പം നമ്മൾ കണ്ടു, കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. പിന്നെ
താങ്ങി പിടിക്കുന്ന കണ്ടു. പിന്നെ കണ്ണുകൾ ഉയർത്തുന്ന കണ്ടു. ദൈവസന്ധി മക്കൾക്ക് വേണ്ടി നിൽക്കുന്ന കണ്ടു. ഇനിയും എസ്രയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. എസ്ര 9:5. എസ്രയുടെ പുസ്തകം 9-ാം അധ്യായം 5. സന്ധ്യായാഗത്തിന്റെ സമയത്ത് സന്ധ്യയ്ക്ക് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എന്റെ ദൈവമായ യഹോവയിലേക്ക് കൈമലർത്തി പറഞ്ഞെന്തെന്നാൽ. ഇനി അടുത്ത ഒരു പ്രാർത്ഥനയുടെ പ്രധാന ശരീരഭാഷയാണ്. ദൈവസന്ധിയിൽ എന്ത് ചെയ്തു? മുട്ടുകുത്തി. ഇനിയും സങ്കീർത്തനം 95:6. വരുവീൻ, നാം മടങ്ങി നമസ്കരിക്കുക, നമ്മുടെ ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുകുത്തുക. ദാനിയേൽ പ്രവചനം 6:10. രേഖ വിരോധമായി എഴുതിയെന്ന് കേട്ടപ്പോൾ ദാനിയേൽ ദൈവസന്ധി ചെന്ന് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എല്ലാ ആദരവോടെയും എല്ലാ ബഹുമാനത്തോടും ചോദിക്കട്ടെ. എല്ലാ ആദരവോടെയും എല്ലാ ബഹുമാനത്തോടെയും. റെസ്പെക്റ്റ് എവരിവൺ. ഒരു ഇസ്ലാം സഹോദരനാണെങ്കിൽ അവർ അഭിമാനത്തോടെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നല്ലൊരു ഇസ്ലാമിൻ്റെ നെറ്റിയിൽ എന്ത് കാണും? നിസ്കാര തഴമ്പ് കാണും. വി റെസ്പെക്ട് ദം. നിസ്കാര തഴമ്പ്. ഒരു നല്ല ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അവൻ്റെ മുട്ടൽ എന്ത് വേണം? തഴമ്പ് വേണം. എൻ്റെ മുട്ട തഴമ്പുണ്ടെന്ന് ഉള്ളവരൊന്ന് കൈവക്കാം. 1, 2. സന്തോഷമാക്കളെ, അതിന് മോശമാണോ? മോശപ്പെട്ട മുട്ട തഴമ്പുണ്ടോ? മുട്ടടിക്കുന്നതിൻ്റെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ അവരോടൊക്കെയാ പറയുക, നിന്റെ ജീവകാലത്ത് ഒരാൾ നിന്റെ നേരെ നിൽക്കത്തില്ല. മുട്ടത്തഴമ്പ്. ദാനിയേൽ 3 പ്രാവശ്യം മുട്ടുകുത്തി പതിപോലെ പ്രാർത്ഥിച്ചു. എത്ര വയസ്സുണ്ടെന്നറിയാവോ? ആ സമയത്ത് 17 കഴിഞ്ഞ കൗമാരക്കാരനാ. എൻ്റെ പൊന്നു മക്കളെ, ദൈവസന്ധി മുട്ടുകുത്തി പ്രാർത്ഥിക്കാമോ? നീ ചിന്തിക്കുന്നത് നനയ്ക്കാത്ത ഭാവിയിൽ കർത്താവ് നമ്മളെ ഉയർത്തും. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 സംഭവങ്ങൾ ഓർമ്മ വരും. 3 സംഭവങ്ങൾ. ഒന്ന്, യേശു കർത്താവ് ഗതസമനയെ പ്രാർത്ഥിച്ചു. മുട്ടുകുത്തി. മരണവേദനയാ. എന്നാൽ അതുപോലൊരു സംഭവം എന്നെ അത്ഭുതപ്പെടുത്തിയത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ ഒരാൾ മരിച്ചുപോയി. എല്ലാവർക്കും അറിയാം. ആരാ? തബീതയാണ്. തബീത മരിച്ചുപോയി. തബീത നല്ല സ്ത്രീയായിരുന്നു. എല്ലാവർക്കും ഉടുപ്പൊക്കെ തയ്പ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ തബീത മരിച്ചപ്പോൾ മൃതരെ സംസ്കരിക്കുക, മാന്യമായി സംസ്കരിക്കുക, അതൊരു ക്രൈസ്തവ പാരമ്പര്യമാണ്. നല്ല അടക്കം കിട്ടുക അതൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് കോവിഡിലൊക്കെ അടക്കം കിട്ടാതെ പോയവരോട് ഞാനത് ബഹുമാനിക്കുന്നു. അവരോടൊപ്പം ചേരുന്നു. എങ്കിലും നമുക്കറിയാം, അനന്യാ സഫീറായും മരിച്ചു. അവരെ ബാല്യക്കാർ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അടുത്ത 2 അധ്യായം കഴിയുമ്പോൾ സ്തേഫാനോസ് മരിച്ചു. എങ്ങനെ പറഞ്ഞേക്കുന്നത്? കുഴിച്ചിട്ടൊന്നും അല്ല. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. കുറച്ചുപേരെ കുഴിച്ചിട്ടു, കുറച്ചുപേരെ അടക്കം ചെയ്തു, കുറച്ചുപേരെ ബാല്യക്കാർ കൊണ്ടുപോയി കുഴിച്ചിട്ടു, ഒരു സ്തേഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ ഭക്തിയോടെ അടക്കം ചെയ്തു. ഇനി മുമ്പോട്ട് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ തബീത ഇങ്ങനെ മരിക്കുകയാണ്. അന്നത്തെ ഏറ്റവും വലിയ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പത്രോസിനെ വരുത്തി. കാരണം എന്നാ? മൃതരെ സംസ്കരിക്കുമ്പോൾ ഏറ്റവും ബഹുമാന പുരസ്കാരം അടക്കാൻ അന്നുണ്ടായിരുന്ന സീനിയർ പാസ്റ്ററെ വരുത്തി. ആരാ? പത്രോസ്. അപ്പോസ്തല പ്രവൃത്തി 9. അവിടെ ഒരു കാര്യം കണ്ടു കേട്ടോ. തബീത എടുക്കാൻ വന്നു. എല്ലാവരെയും പുറത്താക്കി. പക്ഷെ എന്നെ ഒരു വാക്കങ്ങ് അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9 എൻ്റെ പൊന്നെ, പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി. എല്ലാവരെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന് നേരെ തിരിഞ്ഞ് തബീതായെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. നോക്കിയേ എൻ്റെ പൊന്നു പ്രിയരെ, പത്രോസ് അവിടെ ചെന്ന് എല്ലാവരും പുറത്താക്കിയിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്തിന്റെ നേരെ തിരിഞ്ഞു? ശവത്തിന്റെ നേരെ തിരിഞ്ഞു. ശവത്തിന്റെ നേരെ തിരിയാ ഒറ്റയ്ക്ക്. അവിടെ ആരുമില്ല, എല്ലാവരെയും പുറത്താക്കിയിട്ട് ശവത്തിന് നേരെ നിൽക്കാവോ? പറയല്ലേ, പേടിയാ. നിൽക്കാവോ? എല്ലാ ധൈര്യക്കാരൻ്റെയും ധൈര്യം ചോദിക്കുക. പേടി വരത്തില്ലേ? ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു തമാശ പറയാം. 2 തമാശ.
എന്നാലും തമാശ ഓർക്കുമല്ലോ. എൻ്റെ കൂടെ നടന്നൊരു ചെറുപ്പക്കാരൻ മദ്യപാനിയായിരുന്നു, കഞ്ചാവായിരുന്നു, ആകെ അങ്ങ് തകർന്നു പോയി. പിന്നെ പുള്ളി എൻ്റെ കൂടെ 1.5 വർഷം നടന്ന് പിന്നെയും പിന്മാറ്റത്തിപ്പോയി. പിന്നെ അവസാനം ഞങ്ങളുടെ ഇവിടെ ഒരു കല്ലറയിലൊക്കെ ആയിരുന്നു കിടപ്പ്. ഒരു രാത്രി വെളുപ്പിനെ അവിടെ കിടക്കുമ്പം അതുവഴി പ്രഭാതത്തിൽ ഒരാൾ എഴുന്നേറ്റ് പോയി, വെളുപ്പം കാലത്ത്. അപ്പോൾ ഒരാളിങ്ങനെ കല്ലറയുടെ പുറത്ത് ആ നല്ല അരണ്ട നിലാവിളിച്ചത് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ പോയ ആൾ പേടിച്ച് ചോദിച്ചു, ആരാ? ഈ പുള്ളി പറഞ്ഞു, അകത്ത് ചൂടായതുകൊണ്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയിരുന്നാന്ന് പറഞ്ഞു. കയറിപ്പോയ ആൾ അപ്പളെ ഫ്ലാറ്റായി. ആ ഫ്ലാറ്റായി ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പളെ ഡണ്ട പേടിയല്ലേ. എൻ്റെ ഒരു പാർശ്വ ഇതുപോലെ അവിടെ ഒരു പൊതുശ്മശാനത്തിന് അവിടെ വലിയൊരു ഫ്ലാഷ് ഉണ്ടായി. അതുവഴി പോകുന്നവരെയൊക്കെ രാത്രി വിളിക്കുന്നു. അത് വലിയതായി ഇങ്ങനെ വിളിക്കുകയാണ്. ഈ പാസ്റ്റർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് രക്തം ജയം പറഞ്ഞു. രാത്രി സെമിത്തേരി ചെന്നപ്പം പൈപ്പിനകത്തുനിന്ന് വെള്ളം പോകുന്ന റോഡ് പൈപ്പ്. പുള്ളി ഉപവസിച്ച് പ്രാർത്ഥിച്ച് രക്തം ജയമൊക്കെ പറഞ്ഞ് ശാസിക്കാൻ ചെന്നപ്പോൾ നാട്ട് പൈപ്പിനകത്തുനിന്ന് വെള്ളം പോകുന്നു. എന്നാലും പേടിയല്ലേ ശവം. ഇവിടെ പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു. എന്താ ശവം? മരിച്ചു പോയതാ, മൃതമായി പോയതാ, തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, മുട്ടുകുത്തി പ്രാർത്ഥിച്ച എത്ര നഷ്ടപ്പെട്ടതും തിരിച്ചു വരും, എത്ര പോയതും തിരിച്ചു വരും, എത്ര പോയതും തിരിച്ചു വരും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. എളിവിന് പല അനുഭവങ്ങളുണ്ട്. ചിലയിടത്തൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്നുള്ള ഫോൺ വാർത്തകൾ, ഇന്നതാ പ്രശ്നം, അടിപ്പതറിപ്പോ, എന്തോ ചെയ്യണമെന്ന് അറിയാത്ത നിമിഷങ്ങൾ. ഞാൻ അഭിമാനത്തോടെ ദൈവസന്നിധിയിലെ പ്രാഗൽഭ്യത്തോടെ പറയട്ടെ, ഞാൻ പബ്ലിക് ടോയ്ലറ്റിൽ കതകടച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലയിടത്തുനിന്ന് വരുമ്പോൾ ഇനി ഇറങ്ങുമ്പോൾ ആ വാർത്ത എങ്ങനെ ഫേസ് ചെയ്യുമെന്നറിയാതെ ഫ്ലൈറ്റിൻ്റെ ചെറിയ ഇടുങ്ങിയ മുറിക്കകത്ത് ഞാൻ മുട്ടുകുത്തി ക്ലോസറ്റ് ടോയ്ലറ്റിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നെനിക്ക് പറയാൻ കഴിയും, മുട്ടുകുത്തി എഴുന്നേൽക്കുമ്പോൾ അത്ഭുതങ്ങൾ കേൾക്കും. തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, തബിത എഴുന്നേറ്റു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ മൃതമായി പോയത് ദൈവം എഴുന്നേൽപ്പിക്കും, പ്രതീക്ഷ പോയത് ദൈവം എഴുന്നേൽപ്പിക്കും, നഷ്ടപ്പെട്ടത് തമ്പുരാൻ തിരിച്ചു കൊടുക്കും. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കരമുയർത്തി ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മുട്ടുകുത്തി പ്രാർത്ഥന. ആരോടോ ദൈവാത്മാവ് ഇടപെടുകയാണ്. നിങ്ങളുടെ ജീവിത പാന്താവയിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ചിലത് സംഭവിച്ച് നഷ്ടങ്ങൾ ഒരിക്കലും തിരിച്ചു വരാത്തത്. ഇന്ന് രാത്രി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ചിലതിന് ജീവൻ വെക്കും, ചിലത് എഴുന്നേക്കും. വിശ്വസിക്കുന്നവർ 2 കരങ്ങളും ശിരസിന് മുകളിൽ ഉയർത്തി ചേർത്തടിച്ച് അല്പസമയം സ്തുതിച്ച് ദൈവം ഒരു അത്ഭുതത്തിൻ്റെ രാത്രിയാക്കുക. ശബനം ഘടകം ദിരകം ബടകം ശകനകാരം ധേരം 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 ഋഗജം രഗനം ശകയം അധുരി ബന്ധന ഋഖന ബന്ധന രഗലകരംധന രേജകരംധ. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു. എഴുന്നേറ്റ് നോക്കൂ. ഇനി മറ്റൊരു വലിയ സ്നേഹത്തിൻ്റെ, ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിച്ചിട്ട് കരഞ്ഞു. പ്രിയരെ, എന്താ സഭ ശുശ്രൂഷകളുടെയൊക്കെ ബന്ധം. അപ്പോസ്തല പ്രവൃത്തി 20 ഒത്തിരി വട്ടം ഞാനത് വായിച്ച് വെല്ലുവായി കരഞ്ഞിട്ടുണ്ട്. സത്യം, ആമറി കരഞ്ഞു. എന്തൊരു സ്നേഹം. 20-ാം അധ്യായത്തിൽ പൗലോസ് ജനത്തെ വിളിക്കുകയാണ്. എന്നിട്ട് മിലാത്തോസിൽ നിന്ന്, അതിൻ്റെ 20:17, മിലാത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ എല്ലാം വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയോ, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോവുകയാണ്. ബന്ധനങ്ങളും കഷ്ടങ്ങളും അവിടെ എനിക്കായി കാത്തിരിക്കുന്നു. പക്ഷെ എനിക്കവിടെ എന്താ നേരിടാനുള്ളതെന്ന് അറിയത്തില്ല. ഞാൻ പോകുക, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയവനായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുന്ന കർത്താവായ യേശു എന്ന ശുശ്രൂഷയും തികയ്ക്കാൻ വേണ്ടി മാത്രം ഒരാഗ്രഹം.
എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദേവരാജ്യം പ്രസംഗിച്ചു നടന്നവനായ എൻ്റെ മുഖം നിങ്ങളിൽ ഇനി ആരും കാണുകയില്ല എന്ന് ഞാൻ അറിയും. വീണ്ടും 58 വരുമ്പം കാണുന്നു, ആട്ടിൻകൂട്ടത്തെ നശിപ്പിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേക്കും. 58 ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞെന്ന് ഓർക്കണം. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ കൂടെ അവകാശം വരുവാനും കഴിയുന്ന ദൈവത്തിലോ അവൻ്റെ കൃപയുടെ വചനത്തിലും ഇപ്പോൾ ബലമേൽപ്പിക്കുന്നു. എന്നിട്ട് ഞാനിങ്ങനെ പ്രയത്നം ചെയ്തും പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമെന്ന് കർത്താവായ യേശുദാൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടതെന്ന് ഞാൻ എല്ലാം കൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ എന്നെ കാണുമ്പോൾ അറിയില്ല. സഭയുടെ ഏറ്റവും നല്ല ചരിത്രം, അവിടെ എന്താണ് എനിക്ക് നേരിടാൻ പോകുന്നതെന്ന് പൗലോസിന് അറിയില്ല. പക്ഷെ അവിടുന്ന് വാങ്ങിപ്പോകുമ്പോൾ യെരുശലേമിൽ നിന്ന് മൂപ്പന്മാർ എഫെസോസിൽ നിന്ന് വന്നു. അവരെല്ലാവരും പറഞ്ഞിട്ട് മുട്ടുകുത്തി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇനി എൻ്റെ മുഖം കാണുകയില്ലെന്ന് പറഞ്ഞ വാക്കിനാൽ ഏറ്റവും ദുഃഖിച്ച് പൗലോസിൻ്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇതാണ് പ്രിയരെ ദൈവസഭയുടെ ഏറ്റവും നല്ല ചിത്രം. ഒരു ദൈവദാസൻ എന്നാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഒറ്റ ഉദ്ദേശം എനിക്കുള്ളൂ, വേല തികയ്ക്കണം. ഇത് പറയുമ്പോൾ മൂപ്പന്മാർ ആ ദൈവദാസനോടൊപ്പം മുട്ടുകുത്തി. എല്ലാവരും ഒന്നിച്ച് കഴുത്തിന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞു. ഇങ്ങനെ ഒരു ദൃശ്യം ഇന്നത്തെ ഉത്തരാധുനിക സഭയിൽ കാണാൻ കഴിഞ്ഞാൽ അവിടെ പലതും അത്ഭുതങ്ങൾ തന്നെ നടക്കും. ദൈവദാസൻ മുട്ടുകുത്തിട്ട് പറഞ്ഞു, ഞാൻ പോകുകയാ. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, നിങ്ങളെ കൊടിയ ചെന്നായ്ക്കളാരും കൊണ്ടുപോകല്ലേ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്നുള്ളത് അറിഞ്ഞ് ഞാൻ നിങ്ങളുടെ ഇടയിൽ അധ്വാനിച്ചു. ഇപ്പോൾ ഞാൻ പോവുകയാണ്. അവിടെ എന്നെ എന്താണ് കാത്തിരിക്കുന്നത് എനിക്കറിയത്തില്ല. മുട്ടുകുത്തി, എല്ലാവരും ചുറ്റും നിന്നു. മുട്ടുകുത്തി കഴുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, 21-ാം നൂറ്റാണ്ടിൽ കോവിഡാനന്തര ഭൂമിയിൽ, കോവിഡാനന്തര സഭയിൽ ഈ ദൃശ്യം കാണണം. ഇതാണ് ദൈവസഭയുടെ ഏറ്റവും ഉദാത്തമായ ദൃശ്യം. ഒന്ന് കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്. കർത്താവിന്റെ ദാസൻ മുട്ടുകുത്തുമ്പോൾ മൂപ്പന്മാരെല്ലാം എഫെസോസിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ച് This is church. This is relationship. This is ministry. കെട്ടിപ്പിടിച്ച് കരഞ്ഞു. താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തളരുമ്പോ ശാശ്വത പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു. പുതുജീവൻ പകർന്നിടും ഭാരം വലിയതോ മുഖം താങ്ങുവാ കഠിനമോ ഭാരം വലിയതോ മുഖം താങ്ങുവാ കഠിനമോ സ്നേഹിത ദുഷിക്കുന്നു താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു. പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു. പുതുജീവൻ
പകർന്നിടും. പൗലോസ് യാത്ര പോവുകയാണ്. അവരെവിടം വരെ ചെന്നു? കപ്പലോളം ചെന്നു. ചെല്ലാവുന്നിടം വരെ ചെന്നു. മുട്ടുകുത്തി. അവരാ കപ്പലിൻ്റെ അവിടെയൊക്കെ ചെന്നാണ് ഈ മുട്ടുകുത്തി കരയുന്നതെങ്കിൽ ഒറ്റ കാര്യം മതി സാക്ഷ്യത്തിന്. ദൈവസഭയുടെ സാക്ഷ്യം തുറമുഖം മുഴുവൻ അറിയും. എന്തൊരു സ്നേഹ! പൗലോസപ്പോസ്തലനെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും ഒരുമിച്ച് മുട്ടുകുത്തി കപ്പലോളം ചെന്നു. ഈ തീഷ്ണമായ ദൈവസ്നേഹത്തിൻ്റെ ചിത്രം അപ്പോസ്തല പ്രവൃത്തി 20 കാണുകയാണ്. എത്ര പേർ പൗലോസിൻ്റെ ആ വേദനയിൽ, ഇനി യെരൂശലേമിൽ എന്താ, മരണത്തെ ഭയമില്ല, പക്ഷേ യെരൂശലേമിലേക്ക് പോകുകയാണ്. അദ്ദേഹത്തോടൊപ്പം അവിടം വരെ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച മൂപ്പന്മാർ, ചെല്ലാവുന്നിടത്തോളം ചെന്നവർ. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ ആ ഒരു സ്നേഹത്തിൻ്റെ ഉദാത്തതയിലേക്ക് ഞങ്ങളെയൊക്കെ ഒരു കോവിഡാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടി മടക്കി വരുത്തണേ. പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി പ്രാർത്ഥിച്ച് പൗലോസിനെ മുട്ടുകുത്തി. എൻ്റെ പൊന്നദേവദാസനെ ഞാനത് പല പ്രാവശ്യം വായിച്ച് കരഞ്ഞു. എന്താ അതൊക്കെ? തുറമുഖത്ത് മുട്ടുകുത്തുക, എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കപ്പൽ വരച്ച്. പ്രത്യേകിച്ച് പ്രസംഗിക്കൊന്നും വേണ്ട തുറമുഖ പട്ടണത്തെ ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ച്. ആരെയും സഭയിൽ അവിടെ വിളിക്കണ്ട, തന്നെ വന്നോളൂ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമോ ഈ ഒരു സ്നേഹത്തിൻ്റെ ഉദാത്തത? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പത്രോസ് തബീതയെടുക്ക മുട്ടുകുത്തി ശവത്തിന്റെ നേരെ തിരിഞ്ഞ് തബീത എഴുന്നേക്കാൻ പറഞ്ഞു. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. അടുത്തൊരു ശരീരഭാഷ. ഒത്തിരി അടുത്ത് എനിക്ക് പറയാനുണ്ട്, സമയം മുമ്പോട്ട് പോകുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കാണുന്നു, എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവാൻ ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? മുട്ടുകുത്തുന്നു. എഫേസ്യർ 3:14. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്ത് പാരമ്പര്യത്തിലൊക്കെ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് ഓത്തടിപ്പിച്ചാൽ ഉടനെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കും? മുട്ടുകുത്തിക്കും. എന്തിനാ മുട്ടുകുത്തിക്കുന്ന അറിയാമോ? ഉടമ്പടി ചെയ്യുമ്പോഴാണ് അവരുടെ കുടുംബം പിറക്കുന്നത്. കുടുംബം പിറന്ന് വീഴുന്ന ഉടനെ അവരെ ദൈവസന്ധി മുട്ടുകുത്തിക്കുന്ന ഒരു വലിയ സന്ദേശം കൊടുക്കുക. കർത്താവിൻ്റെ അടുക്കൽ നിങ്ങൾ കുടുംബം പിറന്ന് വീണുടനെ രണ്ടുപേരും മുട്ടുകുത്തിയ കുഞ്ഞുങ്ങളെ ഒരിങ്ങും ആരുടെ മുമ്പിലും മുട്ടുകുത്തേണ്ടി വരത്തില്ല. അത് പഠിപ്പിക്കാനാണ് അന്നേരം അവരെ മുട്ടുകുത്തി പ്രാർത്ഥിപ്പിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, ദൈവത്തിൻ്റെ സന്ധി മുട്ടുകുത്തണം. അവിടെ ഒരു കാര്യങ്ങളുണ്ട്, വായിച്ചു എഫേസ്യർ 3, സകല കുടുംബത്തിനും പേർ വരുവാൻ. ഞാനൊരു ദൂത് ദൈവം എന്നോട് ഇടപെട്ടത് വായിച്ചപ്പോൾ, പേര് അത്ര മോശമല്ല, ഞാൻ ആ വാക്കിനെ അങ്ങനെ എടുക്കുകയാണ്. പേര് ചെറിയ കാര്യമല്ല. കാരണം അബ്രഹാമോട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. പേർ അത്ര മോശമുള്ള കാര്യമല്ല. പക്ഷെ ഇന്ന് നമുക്ക് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ, കുടുംബത്തിന് പേരുണ്ടെങ്കിൽ, കുടുംബത്തിനൊരു നല്ല മാന്യമായ പേരുണ്ടെങ്കിൽ, അതിനൊരു മാന്യതയുണ്ടെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിൻ്റെ അടുക്കൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചോണം. പേര് നിലനിൽക്കണമെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പേര് നിലനിൽക്കണമെങ്കിൽ, അപമാനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. നോക്കൂ, മുമ്പോട്ട് പോകുമ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, ആവർത്തന പുസ്തകം 9-ാം അധ്യായം 25-ാം വാക്യം, 2 ദിനവൃത്താന്തം 20:18, യോശുവയുടെ പുസ്തകം 7:6, ഇവിടെയെല്ലാം നാം കാണുന്നുണ്ട് ദൈവസന്ധിയിൽ കവിണ്ണ് വീണ്ടും പ്രാർത്ഥിച്ചു. ഒരു വാക്യം വായിക്കാം, 2 ദിനവൃത്താന്തം 20:18. 2 ദിനവൃത്താന്തം 20:18. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. വീണ് പ്രാർത്ഥിച്ചു, കവിണ് വീണ് പ്രാർത്ഥിച്ചു. അടുത്ത വലിയൊരു സാധ്യതയാണ് കവിണ് വീണ് പ്രാർത്ഥിക്കുക. ദൈവസന്ധി വീണ് പ്രാർത്ഥിക്കും, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു കവിണ് വീണ് പ്രാർത്ഥിക്കും. ഒരു ശുശ്രൂഷ അനുഭവം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുറേ നല്ല അനുഭവങ്ങളുണ്ട്, നല്ല സ്നേഹത്തിൻ്റെ ഓർമ്മകൾ. ഭയങ്കരമാണ് ദൈവസഭയിൽ നിന്നൊക്കെ കിട്ടിയ തിക്തതകളൊക്കെ ഉള്ളപ്പോൾ പോലും സ്നേഹം. അതാണ് സഭ. ഇതുപോലൊക്കെ ഇങ്ങനെ മുട്ടുകുത്തി പിരിയാൻ നേരത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ കുറേ പേർ, ഓർമ്മയുടെ ചെപ്പിലൊക്കെ കുറേ പേരിങ്ങനെ ഇരിക്കും. അതിലൊരാൾ മറക്കില്ല, മരിക്കുമ്പോഴും മറക്കാത്ത ഓർമ്മ. BBS കിടക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിലും സാരമില്ല. BBS നടക്കുമ്പോൾ
ആദ്യത്തെ VBS ഒക്കെ മെഗാ VBS, പിന്നെ അതൊത്തിരി ബുദ്ധിമുട്ടും ടെൻഷനും പ്രശ്നങ്ങളും ഒടുവിൽ പലയിടത്താക്കി. അങ്ങനെ തോമ്പിക്കണ്ടോ എന്ന് പറഞ്ഞ റാന്നിക്കടുത്തുള്ള സ്ഥലത്ത് VBS നടക്കുമ്പോൾ VBSൻ്റെ റാലി നടക്കുക മക്കളെ. റാലി, സമാപന റാലി. എനിക്ക് ഭയങ്കര ആവേശം. ഇതൊക്കെ വിളിച്ച് മുദ്രാവാക്യമൊക്കെ വിളിച്ച് മുമ്പോട്ട് വരും. എൻ്റെ കൂടെ കത്തുദാസന്മാരുണ്ട്. ഇതാ 100 കണക്കിന് ബാലകന്മാർ ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ ആടിയും പാടിയും ആനന്ദ നൃത്തത്തിൽ ആറാട്ടിയും കൊണ്ട് കന്യകാസുതനെ കീജയി വിളിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ മന്നം വഴിയോര കാഴ്ചക്കാർക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാനത്ത് മിന്നുമറയുന്ന പരൽ നക്ഷത്രങ്ങളെ പോലെ, വാനം പാടികളെ പോലെ തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഇതാ ഈ ഗ്രാമവീതിയെ രാജവീതിയാക്കിക്കൊണ്ട് ഇതുവഴി നടന്നു വരികയാണ്. ഭയങ്കര സന്തോഷം. 500 പിള്ളേർ ബാൻഡ് സെറ്റും കൊട്ടും കൊല്ലമായിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് വന്ന് ഈ റാലി കയറുക. പക്ഷെ അന്നേരം എനിക്ക് ബാൻഡ് സെറ്റുകാരൊക്കെ വേണം. എൻ്റെ 10 പൈസ ഇല്ല അന്നേരം. ആ സമയം അന്ന് സത്യമാണ് ഞാൻ പറയാം, എൻ്റെ പൈസ ഒന്നും ഇല്ല അന്നേരം. പക്ഷെ എനിക്ക് അന്നേരം കുറച്ച് പൈസ ആവശ്യമുണ്ട്. കുറച്ച് പൈസ കൊണ്ട് ഒരു ടെൻഷനുണ്ട്. ഒരു പൈസയില്ല, ഭയങ്കര ധൈര്യമാണ്. ആണോ? ഭയങ്കര ധൈര്യമാണ്. അത് ഞാൻ തെളിവ് പറയാം. ഇച്ചിരി പഠിച്ചോ പരീക്ഷയുടെ അന്ന് വെപ്രാളപ്പെടുന്ന കാണാം. ഒന്നും പഠിക്കാത്തവർക്ക് എന്തോ ടെൻഷൻ, നോട്ട് ടെൻഷൻ. അവരെന്ത് കൂളായിരിക്കും. അവൻ ചുമ്മാ എഴുതുകയാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു അറ്റംപ്റ്റ് ദ എക്സാം. അവനാണ് താരം. അവനായിരിക്കും അന്നത്തെ താരം. നോ ടെൻഷൻ. പക്ഷെ ഇച്ചിരി പഠിച്ചോ പറഞ്ഞു. അത് മറ്റൊരു വളരെ കൂളാണ് എന്ന് പറഞ്ഞാൽ ഒരു പൈസയില്ലേ, ഭയങ്കര ഫ്രീ ആണ്. അങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ പൈസയിലെ ഫ്രീയല്ലേ. പെട്ടെന്ന് അടുക്കളയിൽ പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു സഹോദരൻ CATക്കാരനാണ്, നല്ല ലോഡിങ്കാരനാണ്. ഈ ലോഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇമ്മിണി ആരോഗ്യം എന്നല്ല, ഇവിടുത്തെ ചുമ്മാ പിള്ളേർ ഡമ്പിളെടുത്ത മസിലൊന്നുമല്ല, തോളക്കം ഉരുക്ക. ഈ ഏലസ പാടി തടി കയറ്റുന്ന മനുഷ്യനാണ്. കമ്പി ഇവിടെ ഇരിക്കും, അത്ര ആരോഗ്യ. ആ മനുഷ്യന് ഊട്ടി വന്നിട്ട് തൻ്റെ ഈ കയ്യിലൊക്കെ മാറ്റി അതിന് നിക്കറിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ കുത്തെടുത്ത്. ഞാൻ നോക്കിയപ്പോൾ 10,000-7,000 രൂപ അടുത്തുണ്ട്. ഞാൻ കൃത്യം ഓർക്കുന്നില്ല, എന്നാലും നല്ലൊരു ബഞ്ച് ഓഫ് മണിയുണ്ട്. എനിക്ക് അന്നേരം അത്ര ആവശ്യം അത് മതി. ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പയോട് പറഞ്ഞ്, രാവിലെ മോൻ ഇറങ്ങി പോയപ്പം ചോദിച്ചു പോലും ഇല്ലല്ലോ എങ്ങനെയാന്ന്, തമ്പുരാൻ ആരാ? അപ്പയോട് പറഞ്ഞ് അവനല്ലേലും അങ്ങനെ ഒന്നിച്ചേ കൊടുക്കത്തുള്ളൂ. അടുത്ത കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചിങ്ങമരത്ത് ഞങ്ങളുടെ എക്സിക്യൂട്ട്, ഞങ്ങളൊരു ദൈവദാസൻ മരിച്ചു. അതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ റിലീഫ് ഫണ്ടിന് വേണ്ടി ഒരു വലിയ ഒരു എമൗണ്ടിൻ്റെ ഒരു പദ്ധതി ഇട്ടു. അപ്പോൾ എന്നെ വിളിപ്പിച്ച് ചോദിച്ചു, പ്രിൻസ് നീ എങ്ങനെ ആയിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുക, നിൻ്റെ എങ്ങനെ ഇത് റേസ് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു VBS നടത്തിയപ്പോൾ എൻ്റെ ഇല്ലായിരുന്നു, ഞങ്ങളൊരു അച്ഛൻ കൊണ്ടുവന്ന് പൈസ വന്നു. ആ ദൈവം നമ്മുടെ ദൈവം, നമ്മൾ വിശ്വസിക്കാം. എന്നാൽ ശരി, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, കാര്യങ്ങൾ പൊക്കോട്ടെ. പച്ചക്കൊടിയെല്ലാം കിട്ടി ഞാൻ അവിടുന്ന് വരുമ്പോൾ പുഷ്പഗിരി തിരുവല്ല അടുക്കാറായി. എൻ്റെ കൂടെയുള്ളൊരു പാർഷനെ വിളിച്ച്, പഞ്ചായ എവിടായി? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരുവല്ല അടുക്കുന്നു. പെട്ടെന്ന് വാ പുഷ്പഗിരിക്ക്. നമ്മുടെ ജോയിച്ചാൻ്റെ തലയിൽ ഈ പൈസ എന്ന അച്ഛൻ്റെ തലയിൽ തടി വീണു. ഞാൻ ഓടി പുഷ്പഗിരി ചെന്ന്. അന്ന് എനിക്കറിയാവുന്ന കുറേ മക്കളോടുണ്ട്, അവരെല്ലാം വിളിച്ച് പറഞ്ഞ് അലേർട്ടായി നിന്നോളാം പറഞ്ഞു. അവരെല്ലാം പുറത്ത് നിന്ന് ആ കാശുവാറ്റ് അവിടെ നിന്ന് പെട്ടെന്ന് റാന്നിയിൽ നിന്ന് ആംബുലൻസ് വന്ന് ഇറങ്ങി ഓടിച്ചെന്ന് വണ്ടി തുറന്ന് ഇടുക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി മരിച്ചുപോയി. ബോഡി കൊണ്ടുപോവാ. പക്ഷെ എന്നെ സഹിക്കാൻ വയ്യാത്തൊരനുഭവം ഉണ്ടായി. സ്നേഹം എന്നൊക്കെ പറയുന്ന ഇതാ. ഈ ബോഡി അകത്തോട്ട് പോകുമ്പോൾ കൂട്ടത്തിരുന്നൊരു ചുമട് പിടിക്കുന്ന ഒരു സഹോദരൻ, തടി ലോഡിങ്ങുകാരൻ, ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം നിക്കറിനകത്തുനിന്ന് കുറച്ച് പൈസ എടുത്ത് തന്നു. ചോര പുരണ്ട കുറച്ച് 100 രൂപ നോട്ട്. ഞാൻ ചിതെന്താ, വണ്ടി തടി വീണ് ആശുപത്രിയിലോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചതാ പ്രിൻസ് പാസ്റ്ററെ കൊടുത്തേക്കാൻ. ലാസ്റ്റിലെ പൈസ സഭ ചോര പുരണ്ട പൈസ ഇങ്ങനെ മേടിച്ചു മരിച്ചു. ദാറ്റ് ഈസ് വാട്ട് ഈസ് ചർച്ച്. എന്തൊരു ബന്ധമാണ്. അവസാനത്തെ പൈസ മേടിച്ചത് ഞാനാ. മരിച്ചവൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ എൻ്റെ ഇല്ലാതെ. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഇടയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരു ആൻറ്റി ഡെങ്കി വന്നു, കോട്ടയത്ത് അഡ്മിറ്റാക്കി. പ്ലാസ്മ വേണമെന്ന് പറഞ്ഞു. ഞാൻ കോട്ടയത്തൊന്നും കിട്ടായില്ല. അന്ന് ആംബുലൻസും പിടിച്ച് ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ പെട്ടെന്ന് ആരോ ഇടപെട്ട് കോട്ടയത്ത് തന്നെ ഒരിടത്തുനിന്ന് മെഡിക്കൽ കോളേജിനടുത്ത് അവിടുന്ന് പ്ലാസ്മ കിട്ടുമെന്ന് പറഞ്ഞു. മേടിക്കാൻ പോയി, പൈസ കൊടുത്തു, ഇത് മേടിച്ചു. എൻ്റെ മൊബൈൽ റിങ് ചെയ്തു, ആൻറ്റി മരിച്ചുപോയി. ഒരാഴ്ചക്കകത്ത് നടന്ന 2 സംഭവങ്ങൾ ഏതാണ്ട്. അടുത്ത ആഴ്ച ഇതുപോലെ ആരാധനയ്ക്ക്
ഞായറാഴ്ച എല്ലാവരും പാടാൻ എഴുന്നേറ്റു, ആരാധിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പോൾ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന മക്കൾ പറഞ്ഞു, നമുക്കിന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം, ആരാധിപ്പാൻ നമുക്കൊരു കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. പാടി. എൻ്റെ മനസ്സിൽ ഭയങ്കര നൊമ്പരം. ഞാൻ നോക്കിയപ്പം മരിച്ച അച്ചായൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മരണപ്പെട്ട ആൻറ്റിയുടെ ഭർത്താവും 2 ആമ്പിള്ളാരും അമ്മച്ചിയിരിക്കുന്നു. മനസ്സങ്ങ് പെട്ടഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്നിവിടെ ആരാധനയില്ല, നിർത്തി. ഒരു വൈരാഗ്യമോ വാശിയോ എന്തോ, ആരോട് പിണക്കൊന്നുമല്ല, 2 എണ്ണം അടുപ്പിച്ച് പോയേ. ഐ ആം ദ സ്പിരിച്വൽ റെസ്പോൺസിബിൾ പേഴ്സൺ. ഇന്നിവിടെ ആരാധനയില്ല, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, പോകേണ്ടവർക്ക് പോകാം, വേണേ പോകാം, ഇങ്ങനെ ഇരിക്കാം, ചോദ്യം ചെയ്യാൻ ആരും നിൽക്കേണ്ട, കൺഫ്യൂഷനൊന്നും വേണ്ട, ആരാധനയില്ല. പക്ഷേ ഇനി ഇതിവിടെ ഉണ്ടാകരുത്. ഞാനിവിടെ കിടക്കുക, ഞാൻ എൻ്റെ സ്റ്റേജിൽ കിടന്നു. പക്ഷേ എനിക്കൊരു അത്ഭുതം ഉണ്ടായി. എൻ്റെ വിശ്വാസി ആരും പോയില്ല. ഞങ്ങളുടെ 10, 85, 90 വയസ്സ് കിലോ ഉള്ള 10, 70 വയസ്സുള്ള ഞങ്ങളുടെ അമ്മച്ചിമാർ വരെ കിടന്നു, ഒന്നിച്ച് കിടന്നു, മണിക്കൂറുകൾ കരഞ്ഞു. പക്ഷെ അഭിമാനത്തോടെയും സന്തോഷത്തോടെ പറയും, 100,000 സംഭവങ്ങൾ അതിനുശേഷം ഒഴിഞ്ഞുപോയി. ദൈവസന്ധി കിടന്ന എഴുന്നേക്കുന്നത് അധികാരത്തിൻ്റെ ദണ്ണായിട്ടാണ്. ദൈവസന്ധി കിടന്നാൽ എഴുന്നേക്കുന്നത് അധികാരത്തിൻ്റെ ദണ്ഡ. രണ്ടാമത്തെ അനുഭവം പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുക. പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കുറേ നാക്കുമ്പോൾ ഒരു അമ്മച്ചി രാത്രി പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുള്ളവരുണ്ടാകാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 12 മണിയായി, ഡിപ്രഷൻ വന്ന ഒരു പ്രയാസമുള്ള ഒരു അക്രൈസ്തവ അമ്മ പ്രാർത്ഥിച്ചു. അമ്മ ചോദിച്ചു, ഞാനിന്ന് ഇവിടെ കിടന്നോട്ടെ? സന്തോഷം, പാസ്നാജി കിടന്നു. രാത്രി എൻ്റെ ഭാര്യയെ നോക്കുമ്പോൾ അമ്മ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വെളുപ്പിനെ എഴുന്നേറ്റ് അവൾ ചെന്ന് പോകുമ്പോൾ അമ്മച്ചി ഉറക്കുക, ഈച്ചയും ഉറക്കുക. ഒരു 7:30 ആയപ്പം പിള്ളേരെയൊക്കെ വിട്ടിൻ്റെ ആ തിരക്കിനകത്ത് അവൾ ചായയുമായിട്ട് ചെന്നപ്പം ഈച്ചയും അവിടെ ഇല്ല. മുറ്റത്തൊന്നും വിളിച്ചിട്ടില്ല. എന്നെ വന്ന് വിളിച്ച ഈച്ചയും അവിടെ കാണുന്നു. ഞാൻ പറഞ്ഞു, അവിടെ അങ്ങനെ കാണുന്നു, ടെൻഷൻ അടിക്കാം. പക്ഷേ ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സീരിയസ് ആയിട്ട് ഇവിടെ ഒന്നും ഇല്ല. ഞാൻ മുറ്റത്തും അവിടെ ഇവിടെ റോഡിലെല്ലാം നോക്കിയില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ പാസ്റ്റേഴ്സിനെ എല്ലാം വിളിച്ച് എല്ലാവരും ഓടി വന്നു. കുഞ്ഞുങ്ങളെല്ലാം അതുവഴി ഇതുവഴി എല്ലാം ഓടി നടന്നു. ഇല്ല. ടൗണിൽ എല്ലാ ബസ് സ്റ്റാൻഡിലെല്ലാം ഓടി തപ്പി. ഇല്ല. എവിടെ? ഇല്ല. തലേദിവസം വീട്ടിലാക്കിയ അച്ഛയില്ല. ഒരു 8:30 ആയപ്പോൾ അവിടെ വീട്ടിലറിയിച്ച് എരുമേലിക്കപ്പുറത്താണ് അവരുടെ വീട്. അവിടുന്ന് ഒരു വണ്ടി ആൾ വന്നു. എൻ്റെ ഫാദർ ഇങ്ങനെ ക്യാൻവാസ് കസേരയെ കിടക്കുക, രാവിലെ പരീക്ഷനായി കിടക്കുക, അച്ഛയില്ല, തലേദിവസം ബാക്കി വെച്ച്. ഇപ്പോഴെനിക്ക് കൊണ്ട് കരുക്കരുത്തുള്ളൊരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റയിട്ടി തുരുണ്ട് നിലത്തോട്ട് വേണു. എൻ്റെ പാസ്റ്റർ അച്ചായ, എൻ്റെ വസ്തു മുഴുവൻ അച്ചായനെ തരാം, എനിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ തീരെഴുതി തന്നേക്കാം. എൻ്റെ ഭാര്യത്താ. എവിടെ എന്തിനാ പാത്ത് വെച്ചേക്കുന്നത്? എൻ്റെ ഭാര്യത്താ. എൻ്റെ ഭാര്യ എന്തി? എൻ്റെ ഭാര്യ എന്തി? അറിയില്ല. ഉലകം മുഴുവൻ തപ്പാവുന്നിടത്തെല്ലാം തപ്പി, കാണുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ സാറ് പറഞ്ഞു, പരാതി ഇപ്പം വേണ്ട, നമുക്ക് നോക്കാം, ഇത് വലിയ പ്രശ്നമാകും. 10:30 അവരുടെ ബന്ധുക്കളൊക്കെ വരുന്നു. മിറ്റം നിറച്ച ആൾക്കാർ, കയ്യിലിവിടുത്തെ ചെറുപ്പക്കാരിങ്ങനെ മിറ്റം വന്ന് കൂടിക്കൊണ്ടിരിക്കുക. അറിഞ്ഞു കേട്ട അവരുടെ ആൾക്കാർ അടിയൊന്ന് പതറി. എന്ത് ചേച്ചി? തേക്കാത്ത തറ, കെട്ടാത്ത ഭിത്തി, ഒന്നെനിക്കറിയാം. ഒരു 10 മണി കഴിഞ്ഞപ്പം ഞാൻ പോയി ആ സ്റ്റേജിൽ കിടന്നു. ഇപ്പം ഞാൻ ചിരിക്കും, പക്ഷെ അന്ന് ഞാൻ കിടന്നു. 10:30. ഇടയ്ക്ക് ചോദിക്കും, വല്ലറിവുണ്ടോ? നോ അറിവ്. 11, 11:30, 12, 12:30, 1 മണി എടുക്കാറായിപ്പം. ഇടയ്ക്ക് ഭാര്യ വന്ന് ചോദിച്ചു, വെള്ളം വേണോ? വേണ്ട. ചായ വേണോ? വേണ്ട. ഒന്നും വേണ്ട. എങ്ങനെ ഇറങ്ങും? എന്തി അറിയില്ല. കർത്താവ് എന്തി അറിയില്ല. 1 മണിയായപ്പോൾ ആകാറായപ്പോൾ എൻ്റെ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട് കഴിഞ്ഞ് 3-4 വീട് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബമുണ്ട്. കുടുംബത്തിൻ്റെ റോഡ് സൈഡിൽ ഒരു കിണറ്റുണ്ട്. ആ കിണറ്റിൽ ഇച്ചയി കിടപ്പുണ്ട്. വരുന്നോ? ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല. അവൾ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇച്ചയി അവിടെ കിടപ്പുണ്ട്, ചത്തിട്ടില്ല. 1.5 ആൾ കാളമുള്ള കിണറ്റി ചാണിട്ട് പൊങ്ങി വന്നൊരു പോച്ചയെ പിടിച്ച് കിടപ്പുണ്ട്. ഞാൻ ഓടിച്ചെന്നപ്പോൾ ഇച്ച ഇങ്ങനെ വിറച്ച് കയറി നിപ്പുണ്ടൊരു പോച്ചയെ പിടിച്ച്. ആ പോച്ച പറഞ്ഞു പോയാൽ ഇച്ച വീണ്ടും താഴെ പോയേനെ. പോയില്ല. ഫയർഫോഴ്സ് വന്ന് ഇച്ചയെ പുറത്തെടുത്തു. ഇച്ചയോട് ഞാൻ ചോദിച്ചു, ഇച്ച എന്താ പറ്റിയത്? മോനെ, ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ ഇന്നപ്പോൾ എന്നെ റോഡിൽ നിന്നുകൊണ്ട് ആരാണ്ട് ഒരാൾ വിളിച്ചു, ബാ ബാ ബാ. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവരെൻ്റെ പുറകെ വരാൻ പറഞ്ഞു. അങ്ങനെ പോയി ചെന്നപ്പോൾ ആ കിണറിൻ്റെ അവിടോട്ട് കയറിയിട്ട് അവർ വിളിച്ച് വരാൻ പറഞ്ഞു. ഞാൻ ആ കിണറിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ ആ കിണറ്റിൻ്റെ അകത്ത് ചാടിയിട്ട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് വരാൻ പറഞ്ഞു. ഇത് ഏത് ശക്തി, എന്ത് ശക്തി എനിക്കറിയത്തില്ല. ഏതായാലും ചാടി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്ത വന്നു, ഇന്നടത്ത് ഇന്നാരുടെ ഭാര്യ ഇന്നാര് ബന്ധുവീട് സന്ദർശിക്കുക വഴിയേ
കാൽ വഴുതി കിണഞ്ഞി പോവുകയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫയർഫോഴ്സിലെ ഇന്ന ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ശുഭം തീർന്നു. ഇല്ലായിരുന്നെങ്കിൽ തലേദിവസം പ്രാർത്ഥിക്കാൻ പോയ സഹോദരി ദുരൂഹ സാഹചര്യത്തിൽ കുടുംബക്കിണറ്റിൽ പാസ്റ്ററും മകനും പറയുന്നില്ല, പേടിയാ. പക്ഷെ ഇന്ന് ഓർമ്മയുണ്ട്, 3 മണിക്കൂർ കിടന്നത്, വീണ് കിടന്ന എഴുന്നേൽക്കുന്നത് അധികാരത്തിൻ്റെ ദണ്ഡമായിട്ടാ. മുട്ടുകുത്തിയ ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു പറയും എഴുന്നേക്കാൻ. പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനുള്ളവരെല്ലാം ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിച്ച് മുട്ടുകുത്തണമെങ്കിൽ മുട്ടുകുത്ത, എഴുന്നേക്കണേ എഴുന്നേക്കാം, കൈ ഉയർത്തണേ കൈ ഉയർത്താം. ഒന്നെനിക്കറിയാം, എന്തോ ഒരത്ഭുതം നടക്കുന്നു. ഒരത്ഭുതം നടക്കും, ഒരത്ഭുതം നടക്കും. ഈ രാത്രി ദൈവത്തിൻ്റെ രാത്രി. അവർ പൗലോസിനോടൊപ്പം പോയി. മൂപ്പന്മാർ മുട്ടുകുത്തി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അഹരോനും കൂടെ കൈ ഇങ്ങനെ താങ്ങി പിടിച്ചു. യുദ്ധമാ. യോശുവ വീണു, മോശ വീണു. എവിടേക്ക് ഇരുന്നു കൊണ്ട് ഇന്ന് സൂം ആരാധനയിലൂടെയും സൂമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ പങ്കിരുന്നവരെ, കർത്താവിൻ്റെ കരം നിങ്ങളുടെ ഒപ്പമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച്. എൻ്റെ പൊന്നു പ്രിയരെ, ഇന്ന് ഓർമ്മയുണ്ടാകും 3 മണിക്കൂർ ഇങ്ങനെ പോയത്. 300 മണിക്കൂറായിരുന്നത്. ഞാനവിടെ കിടക്കുന്ന സമയത്ത് ആ അമ്മയെ സാത്താൻ അല്ലെങ്കിൽ ഒരു അരൂപി ശക്തി പിടിച്ചുകൊണ്ട് പോയി കിണറ്റി തള്ളിയിട്ട് ചത്തി. പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഇന്ന് ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില മൃതമായ മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. ഇന്നിവിടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ചു പോയത് നിങ്ങൾ കരുതുന്നു, ഒരിക്കലും ഇല്ല, അത് പോയി. ഇന്നിവിടെ ഇരുന്നു കൊണ്ട് എവിടൊക്കെയോ ഇരുന്നു കൊണ്ട് പിതാവേ, ഇന്നിവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ കരം പ്രവർത്തിച്ചതിനായി സ്തോത്രം. ഇപ്പോൾ ഈ ജനം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി അയക്കണം. ഞങ്ങൾ കർത്തദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനം ഒരുമിച്ച് തന്നെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ കരം ഉയർന്നിരുന്നാലേ താഴ്വാരത്തിലെ യുദ്ധം ജയിക്കത്തുള്ളല്ലോ. ദൈവം താങ്ങിപ്പിടിക്കാൻ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഭാരം കൊടുക്കട്ടെ.
പ്രതീക്ഷ അറ്റുപോയ ചിലതിന് നേരം ഞങ്ങൾ ഇന്ന് രാത്രി കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് വാ. യേശുവിൻ്റെ നാമത്തിൽ ജീവൻ വെക്കട്ടെ. ഈ അസ്ഥികൾ ജീവിച്ചെന്ന് പറയുന്ന പോലെ യേശുവിൻ്റെ നാമത്തിൽ രാത്രി പ്രാർത്ഥനയുടെ മുമ്പാകെ ചിലതിന് ജീവൻ വെക്കട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും. യേശുവേ, യേശു കർത്താവേ, യേശു കർത്താവേ, രാത്രി അത്ഭുതങ്ങൾ നടക്കണേ. ഞങ്ങൾ ഈ ജനത്തെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ വേദനകളെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും വേണ്ടി അത്ഭുതം ചെയ്യും. സഭയെ അനുഗ്രഹിക്കും. നാളത്തെ വിശുദ്ധ ആരാധനയെ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. ഇന്ന് വരെ കാണാത്ത ദൈവസ്നേഹം വ്യാപരിക്കട്ടെ. ഇന്ന് വരെ കാണാത്ത അലിവ് വ്യാപരിക്കട്ടെ. ഇന്ന് വരെ കാണാത്ത ആത്മഭാരം വ്യാപരിക്കട്ടെ. ഇന്ന് വരെ കാണാത്ത രീതിയിൽ താങ്ങി നിൽക്കുന്ന ജനങ്ങൾ എഴുന്നേൽക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ